നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കോൺഗ്രസിൻ്റെ സൈബർ പോരാളികൾ അത്ര പോരാ എന്നതായിരുന്നു അടുത്ത കാലം വരെയും കോൺഗ്രസ് നേതാക്കളുടെ പരാതി. CPM-ൻ്റെയും BJP-യുടെയും സൈബർ കൂട്ടങ്ങൾ അടിച്ചു കയറിയ കാലങ്ങളിൽ കോൺഗ്രസ് സൈബർ പോരാളികൾ അത്രത്തോളം എത്തിയിരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ കോൺഗ്രസിന് വേണ്ടി പോരാട്ടം ഏറ്റെടുത്തു. അടുത്ത കാലത്ത് മറ്റേതു പാർട്ടിക്കും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന നിലയിലേക്ക് കോൺഗ്രസിൻ്റെ സൈബർ പോരാളികളും മാറിയിരുന്നു. പാർട്ടി ഏതായാലും ഒരു ഘട്ടം കഴിഞ്ഞാൽ സൈബർ പോരാളികൾ പാർട്ടി നേതൃത്വത്തിന് വഴങ്ങി നിൽക്കില്ല. സൈബർ ഇടങ്ങളെ നിയന്ത്രിക്കുന്നത് പലരാണ്. അവരിൽ സ്വന്തം പാർട്ടിയോടുള്ള കൂറുകൊണ്ട് മാത്രം സമയവും പണവുമൊക്കെ ചിലവഴിച്ച് പാർട്ടിക്ക് വേണ്ടി പോരാടുന്നവർ മുതൽ നേതാക്കളുമായി അടുപ്പം സ്ഥാപിച്ച് സ്വന്തം നേട്ടത്തിനായി സൈബർ ഇടങ്ങളെ ഉപയോഗിക്കുന്നവർ വരെയുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം MLA-ക്കെതിരായ ആരോപണം വന്നതോടെ രാഹുലിനെ കൈവിട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നിലപാടാണ് സൈബർ കൂട്ടങ്ങളിൽ ഒരു വിഭാഗത്തെ VD സതീശന് എതിരാളിയാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്ന വലിയൊരു ഭാഗം സൈബർ പോരാളികൾ VD സതീശനെതിരെ തിരിയുകയും അവർ പരസ്യമായി തന്നെ സതീശനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ഒക്കെ ചെയ്യുന്നു. ഇതിനെതിരെ മറ്റു ചില കോൺഗ്രസിൻ്റെ സൈബർ ഗ്രൂപ്പുകളും രംഗത്ത് വരുന്നുണ്ട്. പണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പുകളൊക്കെ കത്ത് നിന്ന കാലത്ത് അന്ന് ഗ്രൂപ്പ് നേതാക്കളായിരുന്നു ഈ തരത്തിലേക്കൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ടും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ലക്ഷ്യമിട്ടുമൊക്കെ ഈ സൈബർ പോരാളികളാണ് സൈബർ ഇടങ്ങളിൽ പരസ്പരം ആക്രമണം നടത്തുന്നത്. ഗ്രൂപ്പിൻ്റെ മറ്റു രൂപം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും പല പക്ഷങ്ങളായി തിരിഞ്ഞുകൊണ്ട് പല നേതാക്കളുടെ പേരിലൊക്കെ അറിയപ്പെടുന്ന ഗ്രൂപ്പുകൾ പരസ്പരം പോരടിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ തലവേദനയായി മാറുന്നതും. എന്തായാലും ഈ കൈവിട്ട സൈബർ പോരാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. ഇതിനെ നിയന്ത്രിക്കാൻ കോൺഗ്രസിന് കഴിയുമോ അതോ കോൺഗ്രസിന് ഇത് തലവേദനയാകുമോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തലശ്ശേരിയിൽ നിന്നും ദിവാകരനാണ് ആദ്യ പ്രേക്ഷകരെ എത്തുന്നത്. ശ്രീ ദിവാകരൻ, ഈ കോൺഗ്രസിലെ സൈബർ പോരാളികളിൽ ഒരു വിഭാഗം ഇപ്പോൾ നേരിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആക്രമിക്കുന്നു. മറ്റു ചിലരൊക്കെ പറയുന്നു ഈ സൈബർ കൂട്ടങ്ങളെ നിയന്ത്രിക്കണം, ഇവർ നേതാക്കൾക്ക് വേണ്ടി ഈ നേതാക്കളെ ആക്രമിക്കുന്നത് പാർട്ടിയെ ആക്രമിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പറയും. എന്തായാലും കടുത്ത പോരാണ് നടക്കുന്നത്. ഈ പോര് അവസാനം കോൺഗ്രസിനെ കൊടുക്കുമോ അതോ ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുമോ? ശ്രീ ദിവാകരൻ പറയാം. ശ്രീ ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. സാർ നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. സാർ എന്തിനാ സാർ ഈ ന്യൂസ് 18 സമയം എങ്ങനെ വേദിച്ചാക്കുന്നത്? കോൺഗ്രസിൽ എപ്പോഴും അടിയല്ലേ സാർ? കോൺഗ്രസിന് ഇപ്പം VD സതീശിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് KC വേണുഗോപാലിന്റെ പച്ച. ഇതൊക്കെ പച്ചയായിട്ട് ഞാൻ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് പറയാൻ പറ്റും. ഇവർക്ക് ഭരണം കിട്ടിയാൽ തന്നെ അടിയായിരിക്കും എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നില്ലേ? ഇൻ കേസ് എന്നാൽ UDF-ന് ഭരണം കിട്ടിയാൽ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി. പക്ഷെ അത് കിട്ടാൻ പോകുന്നില്ല. ഈ സൈബർ ഇടങ്ങളെയോ യൂത്തുകാരെയോ നിയന്ത്രിക്കാനുള്ള ഒരു ശേഷി കോൺഗ്രസിന് പ്രാദേശിക തലത്തിലോ ദേശീയ തലത്തിലോ ഇല്ല. ഇപ്പം തന്നെ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക NDA വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു സൈബർ സെല്ലിൽ. ഇതൊക്കെ എന്താണ് സാർ? എവിടെയാണ് കണ്ടത് താങ്കൾ? ഇത് യൂട്യൂബിൽ ഇതാ പ്രചരിക്കുന്നത്. എവിടെയാണ്, ആരുടേതാണ്? നമ്മൾ ഇതുവരെ കണ്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടി അത് കണ്ട് വാർത്തയാക്കാമായിരുന്നു. എവിടെയാണ് താങ്കൾ ഇങ്ങനെയൊക്കെ കണ്ടത്? ഇപ്പൊ ഒരു മലയാളി യൂട്യൂബിൽ ഞാൻ അതിന്റെ മൂവ്മെന്റിൽ നോക്കി വെച്ചിട്ടുള്ളൂ സാർ. അത് എവിടെയാണെന്ന് അറിഞ്ഞായിരുന്നേ നമുക്കൂടെ വാർത്തയാക്കാമായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇത്രയും ഒരു വ്യാജ വാർത്തയൊന്നും പ്രചരിപ്പിക്കരുത്. കോൺഗ്രസ്സുകാരോ വേറെ ഇന്ത്യയിലെ ഒരു ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളും പറയുന്നില്ല അവർ ജയിക്കും എന്ന് പറയുന്നില്ല. അങ്ങനെ അവർ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞാൽ അത് ആരാണ് അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചത്? സാർ ഞാൻ സാർ യൂട്യൂബിൽ ഇപ്പൊ നോക്കിയതാണ്. ഈ അതിന് കാരണം പറയുന്നത് തെലുങ്ക് ദേശം ക്രോസ് വോട്ട് ചെയ്തു എന്നാണ്. ഇവരെ ഈ മിഥ്യാധാരണയും കൊണ്ട് നടക്കുമെന്നല്ലാണ്ട് ഒന്നും ചുക്കും നടക്കാൻ പോകുന്നില്ല. കേരളത്തിൽ കോൺഗ്രസ് ഇനിയിപ്പോ ഇവർ അടക്കിയാലും അടക്കിയില്ലെങ്കിലും കോൺഗ്രസ് ഭരണ സ്ഥിരാ കേന്ദ്രത്തിൽ എത്താൻ പോകുന്നില്ല സാർ. അങ്ങനെ എത്തുന്നുണ്ടെങ്കിൽ അത് മിറാക്കിളായിരിക്കും. കാരണം ഇവർ തന്നെ ഇവരെ KC വേണുഗോപാലിന്റെ പക്ഷമാണ് ഈ VD സതീശനെതിരായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ധാരണ ഇപ്പൊ കേരളത്തിൽ താങ്കളുടെ ഒരു വ്യാഖ്യാനം അങ്ങനെ ഏത് പക്ഷമാണ്? വ്യാഖ്യാനമല്ല, KC വേണുഗോപാൽ പക്ഷം അങ്ങനെ കേരളത്തിൽ ഭരണം പിടിക്കേണ്ടത് KC വേണുഗോപാലിന്റെ കൂടി ആവശ്യമല്ലേ? KC വേണുഗോപാൽ കേരളത്തിന്റെ പൾസ് അറിയില്ല. അദ്ദേഹം അങ്ങ് മേലെ ഇരുന്നിട്ട് വിചാരിക്കുന്ന കേരളത്തിലെ ജനതകൾക്കുള്ള ആജ്ഞാവർത്തികളെന്നാ. അദ്ദേഹം വന്നങ്ങ് ആജ്ഞാപിച്ചാൽ വോട്ട് ചെയ്യുന്ന കോൺഗ്രസിലെ രാജ്യത്ത് മുഴുവൻ തിരസ്കരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ബീഹാറിൽ ജയിക്കുന്നൊരു മിഥ്യാസ്വപ്നം കണ്ട് നടക്കുന്നുണ്ട്. അതൊക്കെ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴല്ലേ? ഇപ്പോഴേ ബാലകൃഷ്ണൻ ഉറപ്പിക്കാൻ കഴിയുമോ താങ്കളുടെ പാർട്ടി അവിടെ എല്ലാം ജയിക്കുമെന്ന്?
ജയിക്കുമെന്ന് പറഞ്ഞ പല 100% സ്ഥലത്തും പരാജയപ്പെട്ടിട്ടുണ്ട്, പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ പല സ്ഥലത്തും ജയിച്ചിട്ടുണ്ട്. അതൊക്കെ മാറിയും തിരിച്ചൊക്കെ വരും. 100% ബീഹാർ വിജയിച്ചിരിക്കും എൻ ഡി എ മുന്നണി. അത് അവിടുത്തെ വോട്ടർമാരുടെ പട്ടികയിൽ തന്നെ വലിയ പരാതികളും ഇപ്പോൾ തന്നെ ഉയരുന്നില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ബാലകൃഷ്ണൻ, താങ്കളുടെ അല്ല, കള്ള വോട്ടുകൾ അവർ ശ്രീ കണ്ടുപിടിച്ചോട്ടെ. മുഹമ്മദാണ് കള്ള വോട്ട് മഞ്ചേരിയിൽ എന്തും നിന്ന്. ചെയ്യും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കോൺഗ്രസ് ഒരു കാലത്ത് ഗ്രൂപ്പ് പോരൊക്കെ ആയിരുന്നു, പക്ഷെ ആ ഗ്രൂപ്പ് പോരൊക്കെ മാറി ഇപ്പോൾ അവിടെ സൈബർ പോരിലേക്ക്, അതും ഈ പ്രധാനപ്പെട്ട നേതാക്കളല്ല, അവരെ പിന്തുണയ്ക്കുന്ന അണികൾ എന്ന പേരിലുള്ള സൈബർ കൂട്ടങ്ങളാണ് പരസ്പരം ആക്രമിക്കുന്നത്. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞു. ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് തന്നെ എങ്ങനെയാണ്, ഇപ്പോഴും ഇങ്ങനെ തന്നെ. ഇപ്പൊ കുറേയും കൂടി കൂടിയിരിക്കണ, ഇപ്പൊ കുറച്ച് പരസ്യമായിട്ട് ലൈംഗികം വന്നിരിക്കണം മാത്രം. ആ മാങ്കൂട്ടത്തിനെ പിടിച്ചൊരു പെണ്ണിട്ടിച്ചണം, ആദ്യം വേണ്ടത് അതാണ്. ഇനി അത് പോട്ടെ, ഇവരിങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ അവർ ഒന്നിക്കും. അത് ഇവിടെ സാധാരണ കണ്ടതാ. ഈ കാണപ്പെട്ട അണ്ടനും അടനും ഒല്ലമ്പാടെ കൂടിയിട്ട് മന്ത്രിക്കുപ്പായം കുറച്ച് തുന്നിക്കൊണ്ടിരിക്കണ അവര് വോട്ടിന് ഒന്നിക്കും. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് വോട്ടൊക്കെ കിട്ടും, സീറ്റും കിട്ടും. അതേസമയം ആ സീറ്റും വോട്ടും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കാലാകാലം കൊണ്ടുനടക്കാനുള്ള ത്രാണിയും ശേഷിയും അവർക്കില്ല. അതൊരു ചീഞ്ഞു നാറിയ സംഭവമാണ് അവര്. അപ്പൊ അത് അവരെ പറഞ്ഞാൽ നന്നാവൂല. അപ്പൊ അതുകൊണ്ട് വളരെയധികം മോശത്തിലേക്കാണ് കോൺഗ്രസ് വീണുകൊണ്ടിരിക്കുന്നത്. ഇനി അവരെ നന്നാക്കാൻ വേണ്ടി സാറ് അതിന് വേണ്ടി ചാനലും സമയം കളയണ്ട. ഈ വല്ല ഇടതുപക്ഷോ പോലൊക്കെ ഭരിച്ചോട്ടെ, നാട് നന്നാകാം. അത്ര എനിക്ക് പറയുള്ളൂ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ കുഞ്ഞു മുഹമ്മദാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ കുഞ്ഞു മുഹമ്മദ്, ഈ കോൺഗ്രസിൽ ഒരു വിഭാഗം സൈബർ പോരാളികൾ പരസ്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വെല്ലുവിളിക്കുന്നു. അങ്ങനെയൊക്കെ അദ്ദേഹത്തിനെതിരെ വളരെ മോശപ്പെട്ട രീതിയിലടക്കം അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പരസ്യമായ പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നു. എന്താണ് താങ്കൾക്ക് ഇത്തരം ഒരു പോരിൽ കോൺഗ്രസ് പാർട്ടി എങ്ങനെയാവും അതിനെയൊക്കെ മറികടക്കുക? താങ്കൾ പറഞ്ഞോളൂ. ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ താങ്കൾ. നമുക്ക് പറയല്ലേ, കോൺഗ്രസ് പറഞ്ഞാൽ ഞാനൊരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒക്കെ തലപ്പത്ത് ആരെങ്കിലും കാള വെച്ച് പറയുമ്പോൾ കയറെടുക്കുന്ന കുറെ ആൾക്കാരാണ് ഇതിന്റെ പിന്നിലുണ്ട്. ശരി, താങ്കളുടെ വാക്കുകൾ ബാക്കി കേൾക്കുന്നില്ല. ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, ഏതു പാർട്ടിക്കാലും മുമ്പ് സമാനമായ അനുഭവം CPM-നും BJP-ക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സൈബർ പോരാളികൾ ഒരു ഘട്ടം കഴിയുമ്പോൾ പാർട്ടിക്കെതിരെ കൂടി പറയുന്നാൽ, ചിലപ്പോൾ ഒരു വിഭാഗം സൈബർ പോരാളികൾ എന്ന് പറഞ്ഞാൽ അവർ ആത്മാർത്ഥമായി മറ്റ് ഏതെങ്കിലും തരത്തിൽ ലാഭം ഉണ്ടാക്കാതെ അവരുടെ പാർട്ടിക്ക് വേണ്ടി വാദിക്കുന്നവർ, അവർക്ക് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എതിരാൾക്കുണ്ടാവും. മറ്റു ചിലരൊക്കെ അങ്ങനെയല്ല, നേതാക്കന്മാരുമായി സൗഹൃദമൊക്കെ സ്ഥാപിച്ച് അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തി. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈ പോരാളികൾ എന്നൊക്കെ നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നവർ. ഈ തലവേദന കോൺഗ്രസ് എങ്ങനെ പരിഹരിക്കും? ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ സാറേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫാഷനായി ഇപ്പൊ എല്ലായിടത്തും ഇതുണ്ട്. സിനിമയിലും ഉണ്ട്, പിന്നെങ്കിൽ രാഷ്ട്രീയത്തിലും അല്ലാതെ ആണെങ്കിലും ഉണ്ട്. ഇതൊന്നും ഇവിടെ കണക്കാക്കേണ്ട കാര്യമില്ല. എനിക്കതേ പറയാനുള്ളൂ. കാരണം ഈ യൂത്ത് കോൺഗ്രസ് കുറച്ചുകൂടി ഒന്ന് ഉന്മേഷവും ഊർജവും ഉണ്ടായിരുന്നെങ്കിൽ, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഇവർ ഒന്നിച്ച് നിൽക്കത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസ് ഇപ്പം തന്നെ നേപ്പാളിൽ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് പ്രധാനമന്ത്രി രാജിവെച്ച് സ്ഥലം വിട്ടു. അവിടെ മൊത്തം തീ കത്തി കണ്ടില്ലോ. ഇവിടെ ഒരു കോൺഗ്രസ്സുകാരന് എന്തെങ്കിലും പ്രതിസന്ധി കൊണ്ടു കഴിഞ്ഞാൽ എല്ലാം കാൽ മാറി പോകും. അതാണ് ഇവിടുത്തെ വലിയ കുഴപ്പം. അത് ഇപ്പൊ എന്തായാലും കരുത്ത് പകരുമെന്നാണ് തോന്നുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രേമനാണ്, പിണറായിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രേമൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പാർട്ടി ഇപ്പോൾ കോൺഗ്രസിൽ നേതാക്കൾക്കെതിരെ ഇതുവരെ കോൺഗ്രസിന് വേണ്ടി ഇപ്പോൾ വാളെടുത്തിരുന്ന സൈബർ അണികളുടെ ഒരു ഭാഗമാണ് നേതാക്കൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ തകർച്ച യൂത്ത് കോൺഗ്രസിൽ നിന്ന് ആരംഭിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലെത്താമെന്ന പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷകൾ ഒന്നടങ്കം തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിന് ആര് വിചാരിച്ചാലും നന്നാക്കാൻ പറ്റില്ല. നിങ്ങൾ മാധ്യമങ്ങൾ വിചാരിച്ചാൽ പോലും കോൺഗ്രസ് നന്നാക്കാൻ പറ്റില്ല. കോൺഗ്രസ് അത്രമാത്രം അധപ്പതിച്ച് കിടക്കുകയാണ്. വീണ്ടും ഒരു മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിന്റെ എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയല്ലേ. എവിടെയാണ് കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് നടത്താൻ വേണ്ടി സാധിച്ചുള്ളത്? അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പ്രതീക്ഷയില്ല. കേരളത്തിൽ പറയാൻ കഴിയുമോ ശ്രീ പ്രേമൻ? പാർലമെന്റിലടക്കം കോൺഗ്രസ് വലിയ തിരിച്ചുവരവല്ലേ നടത്തിയത്? പാർലമെന്ററി പ്രകടനത്തിലടക്കം ഇന്ത്യയുടെ
പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട പാർട്ടിയായി ഇപ്പോഴും നിൽക്കുന്നത് കോൺഗ്രസ് അല്ലേ? പ്രതിപക്ഷത്തെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പോലും സാധിക്കാത്ത ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ്. ഒന്നിച്ചു കൊണ്ടുപോകുന്നത് കോൺഗ്രസ് അല്ലാതെ പിന്നെ ആരാണ്? ശ്രീ പ്രേമൻ, ഇന്ത്യയിലെ BJPക്കെതിരെ ശക്തമായ ഒരു മുന്നണിയെ നിരവധി കക്ഷികളെ കൂട്ടിയോജിപ്പിച്ച് മുന്നിൽ നിന്ന് നയിക്കുന്നത് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് നയിക്കുന്നുണ്ട്, ഇല്ല എന്നാലും പറയുന്നത്. പക്ഷെ കോൺഗ്രസ് ഇന്ന് എവിടെയാ ഉള്ളത്? ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ BJP കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടി ഇപ്പോഴും കോൺഗ്രസ് ആണ്. പുതികാൽ വിട്ടും കാലും മാറ്റവും ശ്രീ പ്രേമൻ, ഇന്ത്യയിൽ ഇപ്പോഴും BJP കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ്. അവരെവിടെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ എന്താണ് മറുപടി പറയേണ്ടത്? അതുകൊണ്ട് കോൺഗ്രസിനെ നിങ്ങൾ പിന്നെ രക്ഷിച്ചെടുക്കണം എന്ന് വിചാരിച്ചാൽ ഒരു തരത്തിലും സാധിക്കില്ല. ശരി ശ്രീ പ്രേമൻ, ഞങ്ങൾക്ക് കോൺഗ്രസിനെ ഒരു പാർട്ടിയെ രക്ഷിച്ചെടുക്കണമെന്നോ അവരെ തകർത്ത് കളയണോ എന്നുള്ള ആഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീനിവാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഒരു കാലത്ത് കോൺഗ്രസിന് വേണ്ടി ആക്രമണം നടത്തിയിരുന്ന സൈബർ പോരാളികളെന്നോ ചാവേറുകളെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു കൂട്ടം ആളുകൾ, അതിലൊരു വിഭാഗം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തന്നെ, പ്രത്യേകിച്ച് VD സതീശനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ശ്രീ സുബേറാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുബേർ, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാറേ, ഇന്ന് ഈ വിഷയം എടുത്ത് വളരെ മോശമായി പോയില്ലേ? എന്താണ്? വേറെ എത്ര വിഷയങ്ങളുണ്ട്? ഈ രാഹുലിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടായിരുന്നു? ഈ രാഹുലിന്റെ ഗർഭം കിട്ടിയില്ലേ ഇതുവരെ? കേട്ടില്ല. രാഹുലിന്റെ ഗർഭം ഇതുവരെ കിട്ടിയില്ലേ? രാഹുലിന്റെ ഗർഭം നിങ്ങളുടെ സഹോദര സ്ഥാപനമല്ല, നിങ്ങളുടെ മീഡിയയിൽ തന്നെ വന്നല്ലോ. രാഹുലിന്റെ എന്ത് തീർന്നില്ല എന്നാ? അല്ല, രാഹുലിന്റെ ഒരു കേസ് വന്നല്ലോ. അതിലെന്താണ് പറഞ്ഞ ലക്ഷ്മി പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ പോയിട്ട് ആ പ്രതിനെ കണ്ടു, ആ കുട്ടിയെ കണ്ടു, ആ ഇരയെ കണ്ടു, എനിക്ക് വിഷമം വന്നു. എന്തായി എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു, ഇതേ നിയമസഭ കൂടാൻ പോണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പോവും, ഡയറക്റ്റ് പോവും നിയമസഭ വിളിക്ക്. ഒരു വിഷമം വിചാരിക്കണ്ട, ഒരാളും വിചാരിക്കണ്ട. പിന്നെ സൈബർ പോര്, അത് കുഴപ്പമൊന്നുമില്ല, അത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം, അതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങളെ ഇതിപ്പം ഞങ്ങളുടെ സൈബർ പോരാളികൾ ഞങ്ങളുടെ നേതാവിനെതിരെ തെറി വിളിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നാണോ ചോദ്യം? അല്ല, അങ്ങനല്ല. സൈബർ എല്ലാവരും ഉണ്ട്, അവരേലും മിണ്ടുന്നില്ലല്ലോ. നിങ്ങളുടെ കോൺഗ്രസിന് വേണ്ടി വീറോടെ വാദിച്ചിരുന്ന സൈബർ പോരാളികളല്ലേ പരസ്യമായി ഇപ്പോൾ VD സതീശനെതിരെ സംസാരിക്കുന്നത്? VD സതീശനെതിരെ അവർ പറഞ്ഞ വാചകങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല, സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. അതൊക്കെ ശരി, സ്നേഹമുള്ളവർക്ക് തന്നെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഓ, ഇത് സ്നേഹം കൊണ്ടുണ്ടായതല്ലാണല്ലേ VD സതീശനെതിരെ ഇത്ര മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചത്? ഇവര് AYFന്റെ ആൾക്കാരൊക്കെ അവിടെ പോയി ഒറ്റാണ്. ഈ ഇതില് പോലും ഡിബേറ്റിൽ പോലും അവര് ആൾക്കാരെ വിടുന്നില്ല. എന്തിന്റെ പേരിലാണ്? പിണറായി ഇത്ര ദിവസമായി വായറന്നിട്ടില്ല, ജനങ്ങളെ തല്ലി കൊല്ലണ് സർക്കാരിന്റെ പോലീസ്. സുബേർ, ആ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്, നമ്മൾ ചർച്ച ചെയ്യാറിട്ടില്ല. ഇന്നിപ്പോൾ ഒരു ഇടതുപക്ഷത്തെ സൈബർ പോരാളികൾ പിണറായി വിജയനെതിരെ ആക്രമണം ഉന്നയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യും. കോൺഗ്രസിലെ സൈബർ പോരാളികൾ VD സതീശനെതിരെ ആക്രമണം ഉന്നയിച്ചാൽ ചർച്ച ചെയ്യും. അതൊക്കെ ഞങ്ങൾക്ക് സ്നേഹമുള്ളത് കൊണ്ടാണെന്ന് പറയുന്നത് താങ്കളുടെ വികാരം, താങ്കളുടെ അഭിപ്രായം, അത് താങ്കൾക്ക് പറയാം. അല്ല സാറേ, അതിലാരൊക്കെ വന്നു? ഈ 12 പരാതി കിട്ടിയെന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ചും ബാംഗ്ലൂർക്ക് പോയി. എന്തുണ്ടായി എന്നിട്ട്? കിട്ടിയ കൊണ്ടുവന്ന ആളെ കിട്ടിയ? തൽക്കാലം എന്റെ പ്രതിയായിട്ട് നമുക്ക് ഇതിന്റെ ഏരിയായിട്ട് ലക്ഷ്മി പ്രഭനെ എടുക്കേണ്ടി വരും, പത്മനെ. ഒരു മാധ്യമ പ്രവർത്തക എന്ത് പറഞ്ഞില്ല എന്നൊക്കെ അത് വളരെ വ്യക്തമായും അവർ ആധികാരികതയുള്ള ഒരു മാധ്യമ പ്രവർത്തക അത്തരം കാര്യങ്ങൾ പറഞ്ഞു. അതല്ലല്ലോ കേസിന് ആധാരം. അത് പറഞ്ഞതിന്റെ പേരിലല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നിങ്ങൾ പുറത്താക്കിയത്. ഏത് വീട്? ഒന്നുമില്ല. നിങ്ങൾ എന്തിനാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തത്? ഇല്ല, അത് കാര്യമില്ല. അത് ഞങ്ങൾ ചെയ്ത് ഞങ്ങളുടെ ധാർമ്മികതയല്ലേ? ഓക്കെ, ശരി. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ സൈബർ കൂട്ടങ്ങൾ ഇപ്പോൾ ഒരു വിഭാഗം കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ, പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. നമ്മുടെ നാട്ടിലെ ജനങ്ങള് പൊതുവെ നിരാശരാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ജനങ്ങള് ഉദ്ദേശിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഈ നേതാക്കന്മാര് ഉയരണില്ല. നമ്മുടെ മുൻകാല നേതാക്കന്മാര് മുഖ്യമന്ത്രി ആവുന്നു, ആഭ്യന്തരമന്ത്രി ആവുന്നു, നമ്മൾ അവരിലൊരു വിശ്വാസം, ഒരു നന്മ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഏത് പാർട്ടിയിൽ വെച്ച് നോക്കിയാലും ഒരു സാധാരണ ഒരു പ്രജയുടെ നിലവാരം പോലും ഇല്ലാത്ത രീതിയിലാണ് അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. അവരുടെ ഒരു പ്രവർത്തന ശൈലി ചിലപ്പോൾ, അതായത് ഒരു നേതാവിന്റെ ശൈലിയിലേക്ക് ഈ നേതാക്കന്മാർക്ക് ഉയരാൻ പറ്റണില്ല എന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പൊ സതീശനോട് എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്, അതുപോലെ തന്നെ എല്ലാ നേതാക്കന്മാരോടും എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. പക്ഷെ അവരൊന്നും ഒരു 60-70% പോലും പൂർണ്ണതയിലെത്തുന്നില്ല. ഒരു മുഖ്യമന്ത്രി ആവുക അല്ലെങ്കിൽ ആവാനുള്ള ആള്, അല്ലെങ്കിൽ നേതാവ് ആവാനുള്ള ആളുകൾ
കുറെ നല്ലതുണ്ട്, കുറെ നന്മയുണ്ട്. പക്ഷെ കുറെ നന്മ മാത്രം മതിയോ നമ്മൾ അവർ അത്രയാണോ പ്രതീക്ഷിക്കുന്നത് ഈ നേതാക്കന്മാരിൽ നിന്ന്? ഇപ്പൊ സതീശൻ ഒരു വാക്ക് പറഞ്ഞു, കേരളം മുഴുക്കൻ വന്നാലും ഞാൻ എന്റെ നിലപാടിൽ നിന്ന് മാറ്റുന്ന ഒരു പാർട്ടി നേതാവിന് പറ്റുന്ന യോജിച്ച വാക്കാണോ അത്? ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, സംസ്ഥാന തലത്തിൽ ഒരു ഏകോപനമുണ്ട്, അവരുടെ തീരുമാനങ്ങളാണ് ഞാൻ നടപ്പാക്കണമെന്നല്ലേ ഞാനൊക്കെ വിശ്വസിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതാണ്. ഏത് പാർട്ടിയിലായാലും ശ്രീ രഘുനന്ദനാണ് കൊല്ലത്തു നിന്നും. ശ്രീ രഘുനന്ദനൻ, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ സൈബർ പോരൊക്കെ പുറത്ത് രാഷ്ട്രീയത്തെ, ജനങ്ങളെ ബാധിക്കുമോ? ഇത് ജനങ്ങളെയൊന്നും ബാധിക്കില്ല. അപ്പൊ ഞാൻ രഘുനന്ദനൻ, കൊല്ലം തിരുമുല്ലവാരം. അത് ഈ അടുത്ത സമയത്താണ് എല്ലാ പാർട്ടിയിലും ഉണ്ട് ഈ സൈബറിന്റെ ഈ പ്രശ്നങ്ങൾ. അത് ചുമ്മാതെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകൾ ഇടുന്നല്ലാതെ ഒരു ഏത് പാർട്ടിയിലെയും ഒരു നേതാവിനെ വിലയിരുത്തേണ്ടത് പൊതുസമൂഹമാണ്. അവർ കണ്ടുകൊണ്ടാണ് വിലയിരുത്തേണ്ടത്, അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്ന ഈ കാര്യങ്ങളൊന്നും വെച്ചുകൊണ്ടല്ല. ഇതിപ്പം ഒരുപാട് എല്ലാ പാർട്ടിയിലും ഈ സൈബർ ഇത് അതിര് കിടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഭിപ്രായം വ്യക്തമാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കോൺഗ്രസിന്റെ സൈബർ പോരാളികൾ പോരാ എന്നൊക്കെയായിരുന്നു നേരത്തെ നേതാക്കളുടെ അഭിപ്രായം. പക്ഷെ അടുത്ത കാലത്തായി അവരും മറ്റ് CPM-ന്റെയും BJP-യുടെയും ഒക്കെ സൈബർ പോരാളികളെ പോലെ അഗ്രസീവായി തന്നെ അവരുടെ പാർട്ടിക്ക് വേണ്ടി വാദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ സ്വന്തം നേതാവിനെതിരെ തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. ബാലകൃഷ്ണന്റെയും അതേപോലെ തന്നെ മുഹമ്മദിന്റെയും ഒക്കെ വർത്തമാനം കേട്ടാൽ അവർക്ക് കോൺഗ്രസിനെ കുറിച്ച് അറിയാം, പക്ഷേ അവർ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. കോൺഗ്രസ് എന്ന് രൂപീകരിച്ചോ സ്ഥാപിതമായോ അന്ന് മുതൽ ഈ ഒരു പരസ്പര ആശയങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ട്, അതിന് ആശയമല്ല ചില സംഗതികളിലൊക്കെ അവർ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മുമ്പേ ഉണ്ട്. നമുക്കറിയാലോ, ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും രണ്ട് ധ്രുവങ്ങളിലായിരുന്നു. പിന്നീട് നെഹ്റുവും പട്ടേലും, അങ്ങനെ കാലങ്ങളായി ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം. കോൺഗ്രസ് ഒരു അഭിപ്രായങ്ങൾ നന്നായി പറയാൻ, അതേപോലെ ജനാധിപത്യവും മതേതരത്വവും അതേപോലെ അഭിപ്രായങ്ങളും എവിടെയും പറയാൻ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഏകോപിച്ച അഭിപ്രായങ്ങൾ ഉണ്ടാവാം. അത് സ്വാഭാവികമാണ്. അത് കണ്ട് നിങ്ങളാരും പനിക്കേണ്ട കാര്യമില്ല. അത് മുഹമ്മദിനോടും അടക്കമുള്ള ആളുകളോടായി പറയുന്നത്. കോൺഗ്രസ് 60 കൊല്ലം ഇന്ത്യ രാജ്യം ഭരിച്ച പാർട്ടിയാണ്. 60-ലേറെ കൊല്ലം. അഭിപ്രായ നേതാക്കൾ പാർട്ടി വിട്ടുപോയിട്ടുണ്ട്, അവർ തിരിച്ചു വന്നിട്ടുണ്ട്, പാർട്ടിയിൽ വരാതെ ഒന്നുമല്ലാതായി പോയ ആളുകളുണ്ട്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാലോ, പല നേതാക്കളും പുറത്തു പോയിട്ട് ഇപ്പോൾ പുറത്ത് തന്നെ ആവുള്ളൂ. അവർ എവിടെയാണെന്നുള്ളത് നമുക്ക് പോലും അറിയില്ല, മാധ്യമങ്ങൾക്ക് പോലും അറിയാത്ത കുറെ ആളുകൾ ഇപ്പോഴും ഇല്ലേ. അപ്പൊ ഗുലാം നബി ആസാദ് അല്ലേ എവിടെയാ? അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി. പിന്നെ കേരളം മറ്റൊരാൾക്കാരെ പോകൂല, കോൺഗ്രസ് അതിനെ ആഗ്രഹിക്കേണ്ട, കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം അതെല്ലാം വെറും വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ. പുറത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾ വലിയ പർവ്വതീകരിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസ് അധികാരത്തിൽ വരും, കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റത്തിന് കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയ്ക്ക് താങ്കൾക്ക് ആ തരത്തിലേക്കൊക്കെ ആഗ്രഹിക്കാനും അഭിപ്രായം പറയാനുമുള്ള എല്ലാ അവകാശങ്ങളുണ്ട്. ശ്രീ ജയരാജൻ നായരാണ്, വയനാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജയരാജൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ കോൺഗ്രസിലെ ഒരു വിഭാഗം സൈബർ പോരാളികൾ ഇപ്പോൾ VD സതീശനെതിരെ തിരിയുന്നു, അവർക്കെതിരെ മറ്റൊരു വിഭാഗം സൈബർ പോരാളികളുമുണ്ട്. താങ്കൾക്ക് അതിൽ എന്താണ് അഭിപ്രായം? ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾ പറഞ്ഞോളൂ. വേറെ പിന്നെ കുടുംബത്തിൽ തന്നെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ, സ്വന്തം ബ്ലഡ് റിലേഷനിലെ ആണെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ ഏതും അത് പിന്നെ ശിക്ഷിക്കും. അതേപോലെ കോൺഗ്രസിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് പിന്നെ പറഞ്ഞ് തിരുത്തണമല്ലോ. അത് പിന്നെ നേരത്തെ ഇപ്പൊ ഒരു കോളർ പറഞ്ഞ പോലെ പർവ്വതീകരിച്ചിട്ട് അത് വലിയ ഡെവലപ്മെന്റ് ആയിട്ട് അങ്ങനെ കാണിക്കറും. അപ്പോ നന്നായി വരികയാണ്. അപ്പൊ ഇപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥയും അതും ഇതെല്ലാം വന്നല്ലോ. അപ്പൊ അത് ഒരു സീസ ട്രൂത്ത് വെട്ടുവെച്ച് എന്ന് പറഞ്ഞ പോലെ അത് സത്യമാണെങ്കിൽ പിന്നെ അയാളെ ശിക്ഷിക്കണം. അപ്പൊ കോൺഗ്രസിലുള്ള ഏത് പാർട്ടിയിലും പിന്നെ പുകയുന്ന കൊള്ളിയെല്ലാം പുറത്ത്, എന്നിട്ട് അവരെ ക്ലിയർ ആക്കിയിട്ട് നല്ല വഴിക്ക് എത്തിക്കുന്ന രീതിയിലാണെങ്കിൽ കോൺഗ്രസ് നന്നായിട്ട് ഉയർന്നു വരും. അതായത് 99% കോൺഗ്രസിലെ നല്ല മെജോറിറ്റിയിലെ പേഴ്സണാലിറ്റി ഇൻഡിവിജ്വാലിറ്റിയിലെ കൂട്ടർ, അധിക വോട്ടറും. പിന്നെ മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധി, പിന്നെ ഇപ്പോൾ ഉള്ള പിന്നെ ലോകം മുഴുവനും കാണുന്ന പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി,
അവരെല്ലാം നല്ല പേഴ്സണാലിറ്റിയിലെ നല്ല റെസ്പെക്ട് ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് പ്രത്യേകിച്ച് കായംകുളംകാരനായ താങ്കൾക്ക് ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിൻ്റെ കാര്യമൊക്കെ നന്നായി അറിയുന്ന ആൾ കൂടിയാണ്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ താങ്കൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. എന്തായാലും ഇപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പ് പോര് മാറി ഇപ്പോൾ ഈ സൈബർ പോരിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ആ പോരിനെ താങ്കൾ പഴയ ഒരു ഗ്രൂപ്പ് പോരിന്റെ പിന്തുടർച്ചയായിട്ടാണോ കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. ഇത് BD സതീശൻ ഒറ്റയ്ക്ക് എടുത്ത ഒരു തീരുമാനമല്ലല്ലോ. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന എല്ലാവരും കൂടെ ചേർന്ന് കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. അതിനിപ്പോ BD സതീശൻ ഉത്തരവാദിയല്ല. BD സതീശൻ മാത്രമല്ല അതിന്റെ ഉത്തരവാദി. ഇതെന്ന് പറയുമ്പം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അധികാരം, കയ്യിലിരിക്കുന്ന അധികാരത്തിന്റെ മേളിലോട്ടുള്ള അധികാരങ്ങൾ അവനവന് തന്നെ വേണമെന്നുള്ള ഒരു ഒറ്റ നിർബന്ധമാണ് ഈ കോൺഗ്രസിന് അകത്തുള്ളത്. ഞാനിപ്പോ ഒരു വാർഡ് പ്രസിഡന്റാണ്. എനിക്കിപ്പോ ബൂത്ത് പ്രസിഡന്റ് ആകണമെന്നും ബ്ലോക്ക് പ്രസിഡന്റ് ആകണമെന്നും മണ്ഡലം പ്രസിഡന്റ് ആകണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഇതെല്ലാം കൂടെ എന്റെ കയ്യിൽ തന്നെ വരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പൊ അതിനുള്ള ഒരു പ്രതിവിധിയാണ് ഈ കാണിക്കുന്ന പേക്കോലം. അല്ലാതെ മറ്റു യാതൊരു കാര്യങ്ങളും ഇതിനകത്തില്ല. BD സതീശൻ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയല്ല. പിന്നെ IUAU ആയിട്ടുള്ള കുറെ കളികൾ നടക്കുന്നുണ്ട്. ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഇതുവരെ എന്തുകൊണ്ട് ഒരു സംസ്ഥാന അധ്യക്ഷനെ യൂത്ത് കോൺഗ്രസിന് തെരഞ്ഞെടുക്കാൻ പറ്റാതെ വന്നേക്കുന്നേ? എന്തുകൊണ്ട്? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പാർട്ടിക്കകത്തോ തലപ്പത്തിരിക്കുന്നവര് അവര് തന്നെ ഇത് കൈകാര്യം ചെയ്യണം. കൈകാര്യം ചെയ്താൽ യാതൊരു പ്രശ്നവും ഈ കോൺഗ്രസിനകത്ത് ഉണ്ടാകത്തില്ല. അതെ എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഗൗതം, താങ്കൾ എങ്ങനെയാണ് ഈ കാസർഗോഡ് നിന്ന് കേരളത്തിൻ്റെ ഈ കോൺഗ്രസിനുള്ളിലെ ഈ സൈബർ പോരിനെ, നേതാക്കളെ തന്നെ ഉന്നം വെച്ചാണ് ഇതുവരെ അവർക്ക് വേണ്ടി പോരാടിയിരുന്ന ചില പോരാളികൾ ഇപ്പോൾ അമ്പെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനൊരു കാര്യം പറയാം. 2 നാളു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിയിലേറ്റും. അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതേപോലെയാണ് അവരെ സൈബർ ഗ്രൂപ്പിന്റെ അവസ്ഥ. എടുക്കാ ചരക്ക് തന്നെയാവും അവരുടെ പാർട്ടിയുടെ സ്ഥിതി, കോൺഗ്രസിന്റെ സ്ഥിതി. കേരളത്തിൽ എടുക്കാ ചരക്ക് തന്നെയായി മാറുന്നതായിരിക്കും കാണുന്നത്. അത്രത്തോളം മോശമാണോ കോൺഗ്രസിന്റെ അവസ്ഥ? അല്ലല്ലോ. തീർച്ചയായും. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ എടുക്കാച്ചരക്കാവും കോൺഗ്രസ് എന്ന് പറയുന്നിടത്ത് പിന്നെ ഈ ബീഹാറിലൊക്കെ MA ബേബി ഇതിന്റെ പുറകെ നടക്കുന്ന കേരളത്തിലുള്ള ഒരു പിന്നെ ആളല്ലേ MA ബേബി. ഇവർക്ക് ഈ CPM-ന്റെ സഖാക്കൾക്ക് പറഞ്ഞു അവരെ നടക്കേണ്ട, അത് നശിച്ചു പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ്, ഞങ്ങളും കൂടെ പോയാൽ അത് നശിക്കുന്ന അവർക്ക് പറഞ്ഞൂടെ? ആണമ്മല്ലാതെ ഇതിന്റെ പുറകെ നടക്കുന്നുണ്ടല്ലോ കോൺഗ്രസിന്റെ കൂടെ. പിന്നെ ഇന്ത്യ ഭരിക്കാൻ യോഗ്യരായത് കോൺഗ്രസ് ആണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. CPM-കാരനാണോ BJP-കാരനാണോ എന്നറിയില്ല. 2-3 ആള് ഇപ്പം വിളിച്ച CPM-കാരനെ പറഞ്ഞിട്ടുണ്ട് ഇത് നശിച്ചു പോകുന്ന പാർട്ടിയാണ് എന്നൊക്കെ. ഇവർക്ക് തന്നെ പറഞ്ഞൂടെ? കുണ്ടറയിൽ മത്സരിച്ച MA ബേബി മത്സരിച്ചില്ലേ? അവിടെയൊക്കെ തോറ്റുപോയില്ലേ? അതേ MA ബേബി കേരളത്തിൽ എപ്പം കാലുകുത്തുന്നില്ല? പറഞ്ഞൂടെ? ഇല്ലെങ്കിൽ പിണറായി വിജയനോട് പറഞ്ഞു. പിണറായി എന്ന് വിളിച്ച കുണ്ടറയിൽ മത്സരിച്ചല്ല MA ബേബി പരാജയപ്പെട്ടത് കേട്ടോ. കൊല്ലം ജില്ലയിലല്ല മത്സരിച്ചത്. അവിടെ മത്സരിച്ച് കുണ്ടറയിൽ മത്സരിച്ച് ജയിച്ചാണ് മന്ത്രിയായത്. അല്ല, കൊല്ലം MP ആയി മത്സരിക്കുമ്പോൾ തോറ്റത്, പരാജയപ്പെട്ടത്. അപ്പൊ ഈ പിണറായി എന്നൊക്കെ വിളിച്ച സഖാക്കളുണ്ടല്ലോ, അവർക്കൊക്കെ പറഞ്ഞൂടെ? ഈ പിന്നെ പിണറായി വിജയനോടൊന്ന് നേരിട്ട് പറഞ്ഞാൽ മതിയല്ലോ. പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ MA ബേബി അനുസരിക്കില്ലേ? ഈ ബീഹാറിലൊക്കെ ഇതിന്റെ പുറകെ നടന്ന് കഷ്ടപ്പെടണ്ടായിരുന്നല്ലോ. നമ്മുടെ വിഷയം എന്തായാലും അതല്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് അഭിപ്രായം പറയാനുള്ള അവകാശം ഞാൻ എന്തായാലും അംഗീകരിക്കുന്നു. സാറേ, ഞാനൊരു കാര്യം ജനാധിപത്യ പാർട്ടിയാണ്. ഇതിൽ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും എല്ലാം ഉള്ള ഒരു പാർട്ടിയാണിത്. ഇത് നേരെ മറിച്ച് വേറൊരു പാർട്ടിയിലാണെങ്കിൽ നാളെ ഇവിടെ സന്തോഷം ഇങ്ങനെ ജനാധിപത്യ പാർട്ടിയാണ്, ജനാധിപത്യത്തിൽ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഗ്രൂപ്പ് വഴക്കിന്റെ കാലങ്ങളിലൊക്കെ കോൺഗ്രസിന് വമ്പൻ തിരിച്ചടിയൊക്കെ നേരിടേണ്ടി വന്നത്. കായംകുളംകാരനോട് ഗ്രൂപ്പ് വഴക്കിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അവിടെ G സുധാകരനും മറ്റുള്ള ആൾക്കാരും തമ്മിൽ ഗ്രൂപ്പ് വഴക്കാണോ എന്ത് വഴക്കാണോ അവിടെ നടക്കുന്നത്? എല്ലാ പാർട്ടിയിലും ഉണ്ട് സാർ ഇത്.
ഞാൻ പറഞ്ഞില്ലല്ലോ മറ്റേതെങ്കിലും പാർട്ടിയിൽ ഇല്ല എന്ന് പറഞ്ഞോ. കായംകുളത്ത് നിന്ന് മൊയ്തീൻ കുഞ്ഞ് വിളിച്ചപ്പോൾ കായംകുളത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ പ്രസിദ്ധമായ ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടുത്തെ ഒരു പാർട്ടി പ്രവർത്തനമാണ്, സ്ഥിരമായി വിളിക്കുന്ന ആളാണ്, അയാൾ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. അതെ, ഇത് എല്ലാ സ്ഥലത്തും എല്ലാ പാർട്ടിയിലും, പാലക്കാടില്ലേ CPM പ്രശ്നമില്ലേ, എല്ലായിടത്തും എല്ലാ പാർട്ടിയിലും പ്രശ്നമുണ്ട്. പക്ഷെ ഇത് കോൺഗ്രസിലാകുമ്പോൾ എടുത്തിങ്ങനെ പറയുന്നു. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം ഉറപ്പാണ്. കാരണം കോൺഗ്രസ് തന്നെ അടിച്ച് ഇല്ലാതാക്കി ഭരണം നഷ്ടപ്പെടുത്തിയാലേ ഉള്ളൂ. കാരണം ജനങ്ങൾ തന്നെ കോൺഗ്രസിന് അവരൊന്നും ചെയ്തില്ലെങ്കിലും ഈ ജനങ്ങൾ പഠിച്ചിട്ടെങ്കിലും കോൺഗ്രസിന് വോട്ട് കൊടുത്താണ്. പക്ഷെ ഇതേപോലെ അടി നടക്കാണ്. പക്ഷെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കണം, അല്ലാതെ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പാടില്ല ഈ ഗ്രൂപ്പ് സൈബർ ആൾക്കാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുക, അല്ലാണ്ട് VD സതീശന് വേണ്ടിയോ പിന്നെ KC വേണുഗോപാലിന് വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത്. ഒരുപാട് ആൾക്കാരുണ്ട് കോൺഗ്രസിനെ മാത്രം വിശ്വസിക്കുന്നവര്, അല്ലാണ്ട് രാഷ്ട്രീയ നേതാക്കളെ വിശ്വസിക്കുന്നവരല്ല. വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സൈബർ കൂട്ടങ്ങൾ അത് ഏത് പാർട്ടിക്കാലും ചിലപ്പോൾ ആ പാർട്ടിക്ക് വേണ്ടി വലിയ ഗുണം ചെയ്യുന്നവരാണ് ഒരു തരത്തിൽ. ചിലരൊക്കെ ആത്മാർത്ഥമായി അവരുടെ സമയം കളഞ്ഞ് ഒരുപാട് മെനക്കെട്ട് എതിരാളികളുടെ പാർട്ടികളെ കുറിച്ചൊക്കെ പഠിച്ച് അതിനെതിരെയൊക്കെ ആക്രമിക്കുന്ന അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാ പാർട്ടിയിലും ഉണ്ട്. അത് CPM-ലായാലും കോൺഗ്രസിലായാലും BJP-ലായാലും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ചിലരൊക്കെ അങ്ങനെയല്ല, അവരെന്തോ വലിയ ആളുകളാണെന്ന് കരുതാൻ വേണ്ടി ഈ സൈബർ നേതാക്കളായി നിൽക്കുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ പാർട്ടിയെയും ഈ രാഹുൽ മാവോട്ട് ചെയ്യേണ്ടത് ഈ പ്രസ്ഥാനത്തോട് അല്പമെങ്കിലും അയാൾക്ക് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അന്തസ്സായിട്ട് പൊതുജനങ്ങളോട് പറയാം, എന്റെ കൈ തെറ്റി വെച്ച് പോയി, ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിന്റെ ഇന്നത്തെ ബന്ധം വെച്ചുകൊണ്ട് വിദേശത്ത് എവിടെയെങ്കിലും ജോലി സംഘടിപ്പിക്കുക. പുള്ളി ഏറ്റവും മാന്യമായ രീതിയിൽ നാട് വിട്ട് പോവുക, ഏറ്റവും നല്ല. കാരണം ഇയാൾ തെറ്റുകാരനാണ് 100% ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം പെണ്ണുപിടി ഇയാൾ മാത്രമല്ല, ലോകത്തെ എല്ലാവരും ചെയ്യും. ജയില് കിട്ടിക്കഴിഞ്ഞാൽ ആരും ഒക്കെ മോശക്കാരനല്ല. ഞാൻ ഇതായിട്ട് പറയുന്നില്ല. ഞാൻ പറയാം, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ പേരിൽ വരെ ലൈംഗിക ആരോപണം ഉണ്ടായ നാടാണ് ഇന്ത്യ. പക്ഷെ ഇയാള് ഒരു പൊതുപ്രവർത്തക യുവ നേതാവ്, ഇയാളെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല തെറ്റ്, ശരിയായ തോന്നിയ കാണിച്ചു. അതുകൊണ്ട് പ്രസ്ഥാനത്തോട് അല്പം മാന്യത ഉണ്ടെങ്കിൽ ഇയാൾ പൊതുവെ മൊത്തം മാപ്പ് പറഞ്ഞിട്ട് അന്തസ്സായിട്ട് വിട്ടുപോയിട്ട് പൊതുവെ കല്യാണം കഴിക്കുക, അമ്മേനും അങ്ങ് കൂട്ടിയിട്ട് പുറത്തിറങ്ങും ജീവിതം സുഖമായിട്ട്. അതാണ് ഏറ്റവും നല്ലത്. വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഈ സൈബർ പോര് കോൺഗ്രസിനെ കുടുക്കിലാക്കുമോ അതോ അതിനെയൊക്കെ അനായാസം മറികടക്കാനാവുമോ? സാറേ, അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ സാർ. നമ്മളെ ഓണാഘോഷത്തിന്റെ സമാപനം ആണ്. ഞങ്ങൾക്കത് കാണാനായിട്ട് മറ്റ് ചാനലിനെ ആശ്രയിക്കേണ്ടി വരുന്നു. 15 കോടി രൂപയോളം ചെലവ് വരുന്ന ഒരു പരിപാടിയാണ്. ഏതായാലും അതവിടെ നിൽക്കട്ടെ സാർ. തിരുവനന്തപുരത്തുള്ള ചന്ദ്രൻ നായർക്ക് അങ്ങനെ ഇതിനു വേണ്ടി നേരിട്ട് പോയി കാണാവുന്ന അവസരമുള്ള സമയമല്ലേ? നമ്മളുടെ യൂട്യൂബിൽ അത് ഫുൾ ടൈം നമ്മൾ സ്ട്രീം ചെയ്യുന്നുണ്ട്. യൂട്യൂബിലൂടെ ഫുൾ ടൈം കാണാം താങ്കൾക്കത്. സാർ, ഏതായാലും കോൺഗ്രസിന്, അതായത് നമ്മളെ കേരളത്തിൽ മാറി മാറി വരുന്ന ഭരണമാണ് നിലവിലുള്ളത്. കോൺഗ്രസിന് ഒരു അവസരം വെച്ചാൽ അവർ തന്നെയാണ് അതിനകത്ത് ഈ പ്രശ്നങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന, ഒരു മാറ്റമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് പറയാൻ. കാരണം കേരളത്തിലെ ആ പഴയ രീതി വെച്ച് പറയാണ്, മാറി 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 വരാറുണ്ട് ഭരണം. ഏതായാലും ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ 10 വർഷം പൂർത്തിയാക്കി ആകാൻ പോകുന്നു. അടുത്തെന്താ വെച്ചാൽ അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷെ നല്ല രീതിയിൽ അവർ പോയാൽ അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പിന്നെ ഈ സൈബർ അത് തന്നെയല്ലേ സാർ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നടന്നേക്കണത്. അതിന്റെ ഒരു പൊട്ടിത്തെറിയാണല്ലോ ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി രാജിവെക്കാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ അതാണല്ലോ. നേപ്പാളിലെ അവസ്ഥയും ഇടയമുരളിയാണ് കൊല്ലത്തുനിന്നും. ശ്രീ ഇടയമുരളി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ സൈബർ പോരാളികൾ എല്ലാ പാർട്ടിക്കും ചില ഘട്ടത്തിൽ തലവേദന ആവാറുണ്ട്, ചില ഘട്ടത്തിലൊക്കെ ആ പാർട്ടികളെ തിരുത്താറുമുണ്ട്. ഇതൊരു തിരുത്തൽ ശക്തിയാണോ അതോ അവർക്ക് തലവേദനയാവുന്ന അല്ലെങ്കിൽ ഈ പാർട്ടിക്കപ്പുറം വളർന്നു എന്ന് തോന്നുന്ന ചില സൈബർ പോരാളികളുടെ ഹുങ്കാണോ? എന്താണ് ഇതിന് കാരണം? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട് സാറേ, കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു മഹാസമുദ്രമാണ്. അതിനകത്ത് ഈ സൈബർ പ്രവർത്തനങ്ങള് ഒരു കുറച്ച് ആൾക്കാര് സൈബർ പ്രവർത്തനങ്ങൾ നടത്തുന്നെന്ന് കരുതി കോൺഗ്രസിനെയോ UDF-നെയോ സംബന്ധിച്ച് ഒന്നും സംഭവിക്കത്തില്ല. ഒരു മഹാസമുദ്രത്തിൽ ഒരു ചെറിയ പൊടി കിടന്നാൽ ആര് ശ്രദ്ധിക്കാനാണ് സാറേ? ഈ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പൊടി വല്ലാതെ കൂടരുത്. കൂടി പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. പൊടി ഈ മഹാസമുദ്രത്തിൽ ഒരു പൊടി കിടന്നാൽ ആരെങ്കിലും മഹാസമുദ്രത്തിൽ പൊടി എന്നൊക്കെ പറഞ്ഞാണ് ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 പാർട്ടിയായിരുന്ന കോൺഗ്രസ് ഇന്നിപ്പോൾ ഈ അവസ്ഥയിൽ എത്തിയത്.
അല്ല, അത് ഏത് പ്രസ്ഥാനത്തിനും അതിൻ്റെതായ ഒരു ചെറിയ പരാജയം ഉണ്ടാവും. ഇപ്പോൾ ചെറിയ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് സാറിപ്പോ പറയാൻ വരുന്നത് നമ്മള് ഈ പിന്നെ വി.ഡി. സതീശൻ ഒറ്റയ്ക്ക് ഓടരുതെന്നാണ് എന്റെ അഭിപ്രായം. സുധാകരനും ഒറ്റയ്ക്ക് ഓടരുതെന്നാണ് എന്റെ അഭിപ്രായം. ഒറ്റയ്ക്ക് ഓടിയാൽ ആരും ജയിക്കത്തില്ല. അപ്പൊ എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ശരി, അത് വളരെ വ്യക്തമാണ്. അങ്ങനെ എല്ലാവരെയും കൂട്ടി യോജിക്കുമ്പോഴേ ഏത് പാർട്ടിക്കായാലും ശക്തിയോട് കൂടി മുന്നോട്ട് പോകാൻ കഴിയും. നമുക്ക് എന്തായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ജേക്കബാണ് ഇടുക്കിയിൽ നിന്ന് അടുത്ത പ്രേക്ഷകനായിരുന്നത്. ജേക്കബിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ചില കമൻറ്റുകൾ കൂടി യൂട്യൂബിൽ വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത്, there were no പൊതുവേദി ഫോർ പാസ്റ്റ് 2-3 days എന്ന് പറയുന്നു. ഇല്ലായിരുന്നു ശ്രീ ഷിജു കിരിയത്ത്. കഴിഞ്ഞ 2 ദിവസം ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ നിൽക്കുന്ന സമയത്ത് ആളുകൾ ഓണപ്പരിപാടിയിലൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനിടയിലേക്ക് നമുക്കിങ്ങനെ രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ച് തന്നെയാണ് നമ്മൾ 1-2 ദിവസം ഒഴിവാക്കിയത്. അല്ലാതെ മറ്റു കാരണങ്ങൾ കൊണ്ടല്ല. ഓണത്തിനൊക്കെ ആളുകൾ സമാധാനമായി സന്തോഷമായിട്ടുമൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ പറയേണ്ടതില്ല എന്നുള്ളത് കണക്കാക്കിയാണ് ചെയ്തിരുന്നത്. സാധാരണ അല്ലാത്ത സമയങ്ങളിലെല്ലാം നമ്മൾ ഒരു ദിവസം പോലും പൊതുവേദി മുടക്കാറില്ല. മറ്റുള്ള ചില അരുന്ധതി കോലപ്പറമ്പത്തൊക്കെ നമസ്കാരം പറഞ്ഞിരിക്കുന്നു. സംഘപരിവാർ ഈസ് വൺ ഹൂ സ്പ്രെഡ് ദാറ്റ് പ്രൊപ്പഗണ്ട ദാറ്റ് വൈ ബാലകൃഷ്ണൻ ഡിഡ് നോട്ട് മെൻഷൻ ദി ചാനൽ നെയിം എന്ന് പറയുന്നത്. അത് ഷിജു കിരിയത്താണ് പറഞ്ഞേക്കുന്നത്. ബാലകൃഷ്ണൻ ഒരു ചാനലിൽ വന്നു, ഇവിടെ യൂട്യൂബ് ചാനൽ വന്നു, ലോക്സഭ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്ന മട്ടിൽ ഏത് ചാനലാണ് എവിടെയാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നില്ല. അത് ഇനി അത് ഏതെങ്കിലും പറയാൻ അദ്ദേഹത്തിന് ഓർമ്മ കിട്ടാത്തതാണോ, ഇനി അത് പറയാൻ പറ്റാത്ത ഏതെങ്കിലും ചാനലാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആര് കളിച്ചാലും അത് തണലാക്കാതെ എന്നൊക്കെ പറയുന്നു ഷാജി ഭാസ്കരൻ. കോൺഗ്രസ് ജന്മന ഇങ്ങനെയാണെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഷുഡ് എക്സിസ്റ്റ് ഫോർ ദി സർവൈവൽ ഓഫ് ഇന്ത്യ കൺസെപ്റ്റ്, അതർവൈസ് യു വിൽ സി സാഫ്രോൺ ഫ്ലാഗ് ഇൻസ്റ്റെഡ് ഓഫ് ട്രൈക്ലർ ഫ്ലാഗ് എന്ന് പറയുന്നു. കോൺഗ്രസ് അങ്ങനെ അഭിപ്രായമുള്ള ആളുകളുമുണ്ട്. BJP ഇന്ത്യയുടെ നിലനിൽപ്പിന് കോൺഗ്രസ് കൂടി ആവശ്യമാണ്. BJPയെ നേരിടാൻ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നവരുണ്ട്. കോൺഗ്രസ്സുകാർ നെഹ്റുവിനെ അനുസരിച്ചിട്ടില്ല, പിന്നല്ലേ ഇപ്പോഴുള്ള നേതാക്കളെ അനുസരിക്കുന്നതെന്ന് AK കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. ഇവിടെ ആർക്കും എന്തും ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സൈബർ പോരാളികളല്ല കോൺഗ്രസിനെ നയിക്കുന്ന നേതാക്കന്മാരും ജനങ്ങളുമാണ്. ബാലകൃഷ്ണൻ BJP ആണെങ്കിലും CPM വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ജയകുമാർ പറയുന്നു. പണ്ട് ശരത്ചന്ദ്ര പ്രസാദിനെയൊക്കെ ഉടുതുണിയിൽ പെരുവഴിയിൽ അഴിച്ചവരാണ് കോൺഗ്രസ്സുകാരെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയാണ് തോന്നുന്നു AK കൃഷ്ണൻകുട്ടി. അദ്ദേഹം CPMൻ്റെ ഒരു പ്രവർത്തനം കൂടിയാണ്. ഈ ഗ്രൂപ്പിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഈ സമാനമായ രീതിയിലുള്ള കഥകളൊക്കെ പറയാൻ ഉണ്ട് എന്നതുകൂടി ഓർക്കണം. പൊതുവേദിയെ ഓർത്ത് ലജ്ജിക്കുന്നു. നിങ്ങൾക്ക് വേറെ ഒരു വിഷയവുമില്ലേ? പിണറായിയുടെ പോലീസ് ജനങ്ങളെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചു കൊല്ലുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച വേണ്ടേ? കഷ്ടം എന്ന് ഗോളാന്തര യാത്ര പറയുന്നു. ഗോളാന്തര യാത്ര സ്ഥിരമായി ഇത് കാണുന്ന ഒരാളാണ്. പൊതുവേദി കാണുകയും അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. സ്വന്തം പേര് എഴുതാത്തത് കൊണ്ട് ഏതോ വ്യാജ പേരിൽ എഴുതുന്ന മറ്റേതോ ഒരു യൂട്യൂബ് ചാനലാണെന്നൊക്കെ പണ്ട് എന്നോട് പറഞ്ഞിരുന്നു. എന്നാലും സ്വന്തം പേര് ഇതുവരെ അദ്ദേഹം വെളിപ്പെടുത്താൻ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ചെറിയ ഭയമോ മറ്റോ കാണും, പറയുന്നില്ല. ഈ വിഷയം ഞങ്ങൾ 2 ദിവസം തുടർച്ചയായി ഓണത്തിന് തൊട്ട് മുമ്പ് ദിവസം ഉത്രാടത്തിൻ്റെ ദിവസം അടക്കം ഞാനാണ് ചർച്ച അയച്ചത്. അതിനു മുമ്പ് മനുവായിരുന്നു. ഈ 2 ദിവസങ്ങൾ തുടർച്ചയായി ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയാണ് അത്. അന്ന് കാണാതിരുന്നിട്ട് പൊതുവേദിയെ ഓർത്ത് ലജ്ജിക്കുന്നു എന്നൊക്കെ ഗോളാന്തര യാത്രയ്ക്ക് ഇത്ര ലജ്ജ തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലജ്ജയും തോന്നുന്നില്ല. താങ്കളുടെ അഭിപ്രായം ഓർത്ത് മാത്രമേ ഞങ്ങൾക്ക് ലജ്ജ തോന്നുള്ളൂ. അസംബ്ലിയിൽ മാത്രമേ തുണി വെക്കൂ എന്ന് ശശിധരൻപിള്ള പറയുന്നു. ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ലാത്ത ചർച്ച കഷ്ടം. പിണറായി വിജയൻ പോലീസ് രാജിനെക്കുറിച്ച് ചർച്ച വേണ്ടേ? ഏമാന്മാരെ പേടിയായിരിക്കും ന്യൂസ് 18 എന്നും ഗോളാന്തര യാത്ര പറയുന്നു. ഗോളാന്തര യാത്രയ്ക്ക് അങ്ങനെ ചിലരെ പേടിയുണ്ട്. ഗോളാന്തര യാത്രയ്ക്ക് ചില അഭിപ്രായങ്ങൾ മാത്രമേ പറയാൻ കഴിയൂ. താങ്കളുടെ അഭിപ്രായം അത് സംഘപരിവാർ അനുകൂല അഭിപ്രായമാണ് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരാളാണ്. കടുത്ത CPM പിണറായി വിരുദ്ധനായ ഒരാളാണ് ഈ ഗോളാന്തര യാത്ര എന്നതും വ്യക്തമാണ്. അതുകൊണ്ട് താങ്കൾക്ക് അങ്ങനെയൊക്കെ കാണും. ഞങ്ങൾക്ക് അങ്ങനെ CPMനെതിരെ വന്നാലും BJPക്കെതിരെ വന്നാലും കോൺഗ്രസിനെതിരെ വന്നാലും ചർച്ച ചെയ്യുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. പക്ഷേ എന്തെങ്കിലും ഒരു മെറിറ്റ് വേണം ചർച്ച ചെയ്യാൻ. അല്ലാതെ ഒരു മെറിറ്റും ഇല്ലാതെ ഒരേ വിഷയം തന്നെ എല്ലാ ദിവസവും ചർച്ച ചെയ്യാൻ കഴിയില്ല. മെറിറ്റുള്ള വിഷയങ്ങളാണെങ്കിൽ ഉറപ്പായും ചർച്ച ചെയ്യും. അങ്ങനത്തെ ഒരു വിഷയമായിരുന്നു കേരളത്തിൽ പോലീസിൻ്റെ അതിക്രമം വന്നപ്പോൾ. അതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ നിലപാടെടുത്ത് തന്നെയാണ് ചർച്ച ചെയ്തത്. താങ്കൾക്ക് ഇപ്പോഴും യൂട്യൂബിൽ അതുണ്ട്. അങ്ങനെ താങ്കൾ വായിക്കുന്ന ഇത് കേട്ട് തെറ്റിദ്ധരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ യൂട്യൂബിൽ ഇപ്പോഴും അത് പരിശോധിക്കാം. ശശിധരൻ പിള്ളയും ഇതൊക്കെ ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുമോ എന്ന്. കേരളത്തിലെ പോലീസ് ഗുണ്ടകളെക്കുറിച്ച് ചർച്ചയില്ലേ? കിരൺ ചർച്ച അത് ഇദ്ദേഹം തന്നെയാണ്. പിള്ളയും ഇത് തന്നെയാണ് പറയുന്നത്. പോലീസ് കള്ളക്കേസിൽ കൂടി 21 മണിക്കൂർ ഒരു സ്ത്രീയെ മാലമോഷണ കേസിൽ 21 മണിക്കൂർ വെള്ളം കുടിക്കാതെ ജയിലിട്ട കേസ് ഇന്ന് വീണ്ടും പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചർച്ച ചെയ്യേണ്ടതല്ല, ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അക്കാര്യത്തിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പൊതുവെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ചില കമൻറ്റുകൾ കൂടി കിടക്കുന്നു.
ജയകുമാർ പറയുന്നു ശശിധരൻ പിള്ളയെ ശരിയാണ്, അവരുടെ ചാനൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമല്ലോ, ഞങ്ങളുടെ ചാനൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമല്ലോ എന്നുള്ളതല്ല നമ്മുടെ പൊതുവേദിയുടെ അഭിപ്രായം. പൊതുവേദിയുടെ വിഷയങ്ങൾ വേണ്ട, കഴിഞ്ഞ ഒരു മാസത്തെ വിഷയങ്ങൾ മാത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പൊതുവേദിയിലെ വിഷയങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലമായിട്ട് മാത്രമാണോ ചർച്ച നടത്തിയെന്ന്. അങ്ങനെ തെളിവ് സഹിതം നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താനും ഞങ്ങൾ 100% തയ്യാറാണ്. ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ പറയുകയാണ് എന്ന് തന്നെ കൂട്ടിക്കൂ. ഏത് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വീഴ്ച വന്നാലും അതിനെതിരെ ശക്തമായ രീതിയിൽ ജനപക്ഷം പിടിച്ച് തന്നെ ചർച്ച ചെയ്യും. അത് പൊതുവേദിയുടെ നിലപാടാണ്. അത്തരം ചർച്ചകൾ എടുക്കാറുണ്ട്. അവിടെ അതിനെ അനുകൂലിച്ച് പറയുന്നവർക്കും എതിർത്ത് പറയുന്നവർക്കും എല്ലാം അവസരം നൽകാറുമുണ്ട്. ആരുടെയെങ്കിലും അവസരം നിഷേധിക്കാറില്ല. അങ്ങനെ വ്യാജ പേരിൽ വന്ന് ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടതില്ല എന്നാണ് ഈ പറയുന്ന ഗോളാന്തര യാത്രയോടൊക്കെ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ജേക്കബ് വെയിറ്റ് ചെയ്യാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ ജേക്കബ്, ഈ കോൺഗ്രസ് ഒരു കാലത്ത് ഗ്രൂപ്പ് പോര് കൊണ്ട് പൊറുതിമുട്ടിയ ഒരു പാർട്ടിയായിരുന്നു. ഇപ്പോൾ അവിടെ സൈബർ അണികൾ നേതാക്കന്മാർക്കെതിരെ തിരിഞ്ഞ് കുത്തുന്ന ഒരവസ്ഥ. എന്താവും അതിൻ്റെ ഭാവി? ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായങ്ങളുണ്ടല്ലോ, വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും. ഇപ്പം നമ്മൾ ചാനൽ കാണുവാണെങ്കിലും ഓരോ ചാനലിലും ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങളാണല്ലോ, ചാനലിന്റെ ഇതാണല്ലോ പറയുന്നത്. പറഞ്ഞോളൂ. അപ്പം അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണേലും അത് തെളിവുണ്ടെങ്കിൽ അത് തടകട്ടെ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കണം, ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇത് ഒരു രേഖയും ഇല്ലാതെ ഒരു പുള്ളി എങ്ങനെ അത് ശരിയല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, പിന്നെ താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കളാണോ ഈ AK കൃഷ്ണൻകുട്ടി എന്ന പേരിൽ കമന്റ് ചെയ്യുന്നത്? നമസ്കാരം. നമസ്കാരമുണ്ട്. എന്റെ പേര് AK കൃഷ്ണൻകുട്ടിയും തന്നെയാണ്. അതിനകത്ത് ഞാനിത് സ്ഥലം പറയുന്നത് നിങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഈ മണിമല അതിനകത്ത് ഓക്കെ അല്ല, എനിക്ക് തോന്നി അത് നേരത്തെ ഒരിക്കലും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു എന്ന് തോന്നി. താങ്കളുടെ അഭിപ്രായം വായിക്കുമ്പോഴും പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു കാലത്ത് ഒരു CPM പ്രവർത്തകനായതുകൊണ്ട് അങ്ങനെ തന്നെ ചോദിക്കാം, CPM-നും പലപ്പോഴും ഈ സൈബർ അണികൾ തലവേദനയായിട്ടുണ്ട്. അവസാനം പാർട്ടി തന്നെ പരസ്യമായി ഈ സൈബർ അണികളെ തള്ളിപ്പറയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സൈബർ അണികൾ എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് വരുന്ന ആളുകളുണ്ട്, ഒപ്പം തന്നെ കാര്യസാധ്യത്തിന് വേണ്ടി ആളാവാൻ വരുന്ന ആളുകളും എല്ലാം കൂടി ചേരുന്നതാണല്ലോ ഈ സൈബർ അണികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിനും അങ്ങനെ ഒരു തലവേദനയിലാണോ നിൽക്കുന്നത്? ഈ കോൺഗ്രസിന്റെ കാര്യം വളരെ കഷ്ടമാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഓൾ ഇന്ത്യ സാഹചര്യത്തില് ബീഹാറിലൊക്കെ കോൺഗ്രസും മറ്റുള്ള പാർട്ടികളും എല്ലാം കൂടെ ചേർന്ന് വളരെ സംയുക്തമായിട്ട് വളരെ ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കേരളത്തിൽ ഇങ്ങനെ ഈ കോൺഗ്രസ് ഇത്രയും വൃത്തികേട് കാണിക്കുന്നത്. അത് കോൺഗ്രസിന്റെ ഒരു ജന്മനാ പ്രശ്നമാണ്. ഞാനത് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, അപ്പൊ വായിച്ചല്ലോ അത്. അതിൽ കുഴപ്പമെന്ന് വെച്ചാൽ പണ്ട് തന്നെ കോൺഗ്രസ് ഇങ്ങനെയാ. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഓർക്കുന്നില്ലേ, ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ സ്ഥാനാർത്ഥി നിർത്തി പ്രസിഡന്റ് ഇലക്ഷനില്. അങ്ങനെ വരെ നടന്നിട്ടുണ്ട്. ആ കോൺഗ്രസ് ജനാധിപത്യം അതിനകത്തൊന്ന് കുറഞ്ഞു വന്ന് ഇപ്പൊ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടായ ഒരു അവസ്ഥയാണ് കോൺഗ്രസ് ഉള്ളത്. അത് ഇനി അതും പോട്ടെ, ഈ കോൺഗ്രസ്സുകാർ കാരണം നമുക്ക് TV ഓൺ ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി വീടുകളില്, പിള്ളേരുള്ള വീടുകളില്. അത്രയ്ക്കും അശ്ലീലമല്ലേ നടക്കുന്നത്? ഇതൊക്കെ ആരാ നിയന്ത്രിക്കുന്നത്? കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്നത് സമാനമായ അശ്ലീല വാർത്തകൾ എല്ലാ പാർട്ടിക്കെതിരെയും എല്ലാ പാർട്ടിക്കാരും ഇതിനൊക്കെ വന്നിട്ടുള്ളവർ, ആരും അത്ര മോശക്കാരല്ല. മോശക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇത്രയും ഓപ്പൺ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട അവസരം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രാവശ്യം നമ്മുടെ ഉണ്ണിത്താൻ K മുരളീധരനെ പറ്റി പറഞ്ഞത് നമുക്ക് ഇതിലുള്ള ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ? എത്ര വൃത്തികേടാ പറഞ്ഞത്. അത്രയും കാര്യങ്ങളിലേക്ക് പോകുമ്പോഴേക്ക് ഇത് നിയന്ത്രിക്കാൻ ആരെങ്കിലും വേണ്ടേ? ആരെ പറയുന്നത് ആര് കേൾക്കും കോൺഗ്രസില്? ഈ മാങ്കൂട്ടത്തിന്റെ വിഷയം തന്നെ വന്നപ്പോ അതിലെ വനിതകളായിട്ടുള്ള വലിയ നേതാക്കന്മാര് പ്രതികരിച്ചപ്പോ അവരെ ഈ സൈബർ അണികൾ അടിച്ചു കൂട്ടിൽ കയറ്റിയില്ലേ? എന്തെല്ലാം അവർക്കെതിരെ പറഞ്ഞു, അതോടെ അവർ നിശബ്ദരായില്ലേ? സമാനമായ ആക്രമണം ഞാനതാ പറഞ്ഞത്. താങ്കളുടെ പാർട്ടിക്കെതിരെയും പലർക്കെതിരെയൊക്കെ വരുന്ന സമയത്തും ആ സമയത്ത് എടുത്ത നിലപാടുകളും ഒക്കെ താങ്കൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആരും അത്ര ഇക്കാര്യത്തിൽ വിശുദ്ധരായ ഉറച്ച നിലപാടുകാരാണ്, ഞങ്ങൾക്ക് ആധികാരികമായി ധാർമ്മികമായ അഭിപ്രായം പറയാൻ കഴിയും എന്നൊന്നും ഒരു പാർട്ടിക്കും പറയാൻ കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ചെറിയ ആളാണോ? അത്ര ആളിന്റെ ഭാര്യയെ സൈബർ അണികൾ അവരുടെ പോസ്റ്റ് പിൻവലിച്ച് ഒഴിവായി പോയില്ലേ? ഭാര്യയുടെ കാര്യമൊക്കെ പോട്ടെ, പ്രധാനപ്പെട്ട CPM നേതാക്കൾക്കെതിരെ തന്നെ ഈ പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ടിരുന്ന സൈബർ അണികൾ എതിരായി എഴുതിയിട്ടില്ലേ? അത്രയും വലിയ സംഭവങ്ങളൊന്നും വേറെ ഒരു പാർട്ടിയിലും നടന്നിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ അശ്ലീലങ്ങളും കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നില്ലേ? ഇത്ര അശ്ലീലങ്ങൾ നടത്തുന്ന ഒരു പാർട്ടി, അത് എനിക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രം എന്താ ഇവർക്ക് ഈ പ്രശ്നം? അതോ കേരളത്തിന് പുറത്തും കോൺഗ്രസ് ഇങ്ങനെയാണോ? എനിക്കറിയില്ല. അത് നിങ്ങൾ വാർത്താ ചാനലുകാരാ പറയേണ്ടത്. കേരളത്തിന് പുറത്തും കോൺഗ്രസ്. ശ്രീ ജനമിത്രയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ ജനമിത്ര, താങ്കളുടെ എങ്ങനെയാണ് താങ്കളുടെ മുഴുവൻ പേര്? ജനമിത്ര അങ്ങനെയാണോ?
ഒരു കൗതുകമുള്ള പേര് കൂടി കേട്ടതുകൊണ്ട് ചോദിച്ചാണ്. എന്റെ തൂലികാനാമോ ജനമിത്ര. ജനമിത്ര തൂലികാനാമമാണ്. യഥാർത്ഥ പേരെന്താണ്? എന്റെ പേര് അനിൽ കൃഷ്ണൻ. അനിൽ കൃഷ്ണൻ. ഓക്കെ, ജനമിത്ര. ഓക്കെ, താങ്കളുടെ തൂലികാനാമത്തിൽ തന്നെ ജനമിത്ര. താങ്കൾ പറഞ്ഞു. നമസ്കാരം. നമ്മളിപ്പോ 40 മിനിറ്റോളമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു പ്രയോജനകരമായ, പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള എന്തെങ്കിലും വാർത്ത വന്നോ? ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ ജനമിത്ര എന്ന നിലയിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരു പ്രേക്ഷകനാണ്, സിനിമാ പ്രേക്ഷകനാണ്. ഞാനൊരു പുതിയ വെഞ്ചറിന് തുടക്കമിടുന്നുണ്ട്. പ്രേക്ഷകനും ഇനിയും സിനിമയിലൂടെ സമ്പാദിക്കാം. പ്രേക്ഷകനും തിയേറ്ററിൽ കാണുന്ന പ്രേക്ഷകനും സിനിമയിലൂടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്നൊരു കൺസെപ്റ്റ് ജനമിത്ര മുൻപോട്ട് വെക്കുന്നുണ്ട്. എല്ലാവർക്കും, നമ്മൾ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും. തൽക്കാലം നമുക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. ഞാൻ പറയാം. ഞാൻ അതാ ചോദിച്ചത്. കോൺഗ്രസിന്റെ കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, വാഗത്തിയ. അത് ശരി. ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ വിജയനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ വിജയൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അത് ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ മച്ചിപ്പശുവിനെ തൊഴുത്ത് മാറ്റി കെട്ടിക്കഴിഞ്ഞാൽ പ്രസവിക്കുമോ? ഇത് തന്നെയാണ് ഈ കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇവരെ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ ഇവർ രക്ഷപ്പെടാൻ പോണില്ല. എന്താന്ന് വെച്ചാൽ ഇവരുടെ തമ്മിക്കുത്തും തൊഴുത്തിക്കുത്തും നിർത്താതെ ഈ താഴോട്ടല്ലാതെ ഇവരൊരു സീറ്റ് പോലും മുമ്പോട്ട് ഇനിയും വരാൻ പോണില്ല. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്നാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്തു നിന്നും. ശ്രീ തങ്കച്ചൻ, ഈ കോൺഗ്രസിലെ സൈബർ പോരാളികൾ ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതിൽ ഒരു വിഭാഗമാണ്, മറ്റൊരു വിഭാഗം അവർക്കെതിരെയും തിരിഞ്ഞിട്ടുണ്ട്. ഇത് കോൺഗ്രസിനെ ഏത് തരത്തിലേക്ക് എത്തിക്കും? നമസ്കാരം സാറേ. നമസ്കാരം സാറേ, എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസിൽ എല്ലാ കാലവും ഇങ്ങനെ ഗ്രൂപ്പും എടുക്കും തമ്മിൽ തല്ലും കൊണ്ടാറുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് സ്വാഭാവികമായിട്ട് നടന്നിട്ടുണ്ട്. നമ്മളിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും BJP എല്ലാ തരത്തിലുണ്ട്. ഇപ്പൊ തന്നെ മണികല പറഞ്ഞ കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ, പെണ്ണുപിടി കേസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, പി ശശി ഒരു MLA മകനെ പിടിച്ചത്, PK ശശി എന്തെല്ലാം റിപ്പീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഓരോരുത്തരും എണ്ണി എടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ പറയും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. ഇത് നമ്മൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം മാറ്റി നിർത്താൻ പറ്റില്ല. കോൺഗ്രസ് സംബന്ധിച്ചും ഗ്രൂപ്പ് വഴക്കും തമ്മിൽ തെറ്റി എപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് വഴക്കിനെ അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു തന്റേടമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, കേരള മാർക്സിസ്റ്റ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ സംസ്ഥാന അഖിലേന്ത്യാ യൂണിവേഴ്സിറ്റി എല്ലാവരും കേരളത്തിൽ നിന്നാണ്. അപ്പൊ മഹിളാ കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നാണ് ശ്രീലേഖ ടീച്ചർ. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ ആണെങ്കിലും റഷീം ആണെങ്കിലും കേരളത്തിൽ നിന്നാണ്. അപ്പൊ കേരളത്തിൽ ഒരിക്കലും പാർട്ടിക്ക് എന്ത് വേണം പറയും? ഇന്ത്യയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ എന്തും വിളിച്ചു പറയാവുന്ന ഒരു രീതിയിൽ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, ഒരു കാലത്ത് CPM-ലും ഈ സൈബർ പോരാളികൾ ചിലർ പാർട്ടിക്ക് തലവേദനയായിരുന്നു. പലപ്പോഴും ഏത് പാർട്ടിക്കായാലും സൈബർ പോരാളികൾ പലതരത്തിലുള്ള ആളുകളാണ്. പാർട്ടിക്ക് വേണ്ടി, അതിന് പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി സമയവും ഒക്കെ മെനക്കെടുത്തി വരുന്ന ആളുകളുണ്ട്. അതിൽ സൈബർ പോരാളികളായി നിന്ന് ചില ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ആളുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ പോരാളികൾ VD സതീശിനെതിരെ തന്നെ തിരിഞ്ഞിരിക്കുന്നു. അതിനെ ഏത് തരത്തിൽ കാണാം? ഞാൻ ഇന്ന് വിളിക്കണ്ടെന്ന് വിചാരിച്ചാണ്. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ്സുകാർ തന്നെയാണ് അഭിപ്രായം ഇതിനകത്ത് പറയേണ്ടത്. അതിന് കായംകുളത്തെ ഒരു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആരോ വന്നു ഇപ്പൊ സംസാരിച്ചു. അപ്പൊ അവർക്കൊക്കെ അത്രയും വേദന ഉണ്ടാക്കിയിരുന്നു എന്നുള്ള അവരുടെ ഇതിനകത്ത് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് എന്താണ് ഈ വിഷയം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ പരിപാടി ഇപ്പൊ ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ ഇവിടുന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഈ CPM-നെതിരെ വരുന്നതിനൊന്നും യവന്മാര് വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ്. അവനോട് പറയാനുള്ളത്, ഈ എനിക്ക് ഹോട്ട് ലൈൻ ഒന്നും ഇല്ല ഈ News 18 വിളിച്ച ഉടനെ കിട്ടാൻ. 200-300 പ്രാവശ്യം വിളിക്കുമ്പോഴാണ്, 3-4 പ്രാവശ്യം വിളിക്കും, എന്നാൽ അത് കട്ടാവും. അങ്ങനെയാണ് കിട്ടുന്നത്. ബുദ്ധിമുട്ടിയാണ് വിളിക്കുന്നത് കേട്ടാ. ഇനി ബാക്കി ഈ പറയാം. നിങ്ങൾ ഇതിനെ സമീകരിക്കുന്നത് ഏതിനോടാണ്? CPM കോൺഗ്രസും എല്ലാം ഒരുപോലെയാണെന്ന്. CPM-ന്റെ സൈബർ അണികൾ, CPM സൈബർ മേഖലയിൽ ഒക്കെ പ്രവർത്തിക്കുന്ന CPM-നെ സപ്പോർട്ട് ചെയ്യുന്നവര് CPM-ന് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ കൃത്യമായി അടയാളപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. അതേതെങ്കിലും CPM അസോസിയേറ്റ് ചെയ്ത ഏതെങ്കിലും ആളുകളാണോ? അവരൊരു സ്വന്തമായി തുടങ്ങുന്ന ആരൊക്കെ തുടങ്ങിയ ഗ്രൂപ്പുകളാണ് ഉണ്ടാക്കിയത്. എന്നാൽ അങ്ങനെയുള്ള ഗ്രൂപ്പിനെ കുറിച്ചാണോ ഇവിടെ കോൺഗ്രസിന്റെ പറയുന്നത്? കോൺഗ്രസിന്റെ സൈബർ എന്തോ ഒരു സാധനമാണല്ലോ. സതീശൻ ഇല്ലെന്ന് പറയുന്നതും, അടൂർ പ്രകാശ് ഉണ്ടെന്ന് പറയുന്നതും, പിന്നെ സണ്ണി ജോസഫ് പിരിച്ചുവിട്ടു എന്ന് പറയുന്നതും, ഞാൻ പിരിഞ്ഞുപോയി എന്ന് പിന്നെ എന്താണ് മറ്റേ ബലരാമൻ പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സംഘടന ഉണ്ടല്ലോ ഇവിടെ.
ആ സംഘടനയെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ ഇങ്ങനെ CPM-നെയും കോൺഗ്രസിനെയും കൂടെ നിങ്ങൾ സമീകരിക്കുന്നത്? ഇത് അവരാണെങ്കിൽ ഇവരും ആയിക്കോട്ടെ. പിന്നെ പീഡനത്തെ കുറിച്ച് പറയുന്നു. 2-3 കോൺഗ്രസിൽ തന്നെ നേതാക്കളുടെ ഭാര്യമാരെയും മക്കളെ, അതേപോലെ പിന്നെ 2-3 സ്ത്രീകളെ. നമുക്ക് പീഡനമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ സൈബർ അണികൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയും. അത് ആളുകൾ ഇങ്ങനെ പറഞ്ഞു അതിനെ തുറന്ന് കയറി പോകുന്നതാണ്. ഇത്ര വേവലാതിപ്പെടുന്നത് ബാക്കിയുള്ളവർ പറഞ്ഞപ്പോ ഒന്നും മിണ്ടിയില്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയ കിരൺ അങ്ങനെയല്ല, എല്ലാവരും പറയുമ്പോഴും മിണ്ടുന്നുണ്ട്. അങ്ങനെ ദീപു പറയുന്നത് ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നേ. ഞാൻ പറഞ്ഞത് ഈ പീഡനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് വിളിക്കാനിരുന്നല്ലോ. നിങ്ങൾ ഈ സമീകരിച്ചുകൊണ്ടാണ് അതിന് വിളിക്കണമെന്ന്. ഞാൻ സമീകരിച്ചതല്ല. CPM-നും സമാനമായ രീതിയിൽ സൈബർ അണികൾ എന്ന് പറയുന്നത് ഏത് പാർട്ടിയിൽ വരുമ്പോഴും ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി സമയം ചെലവഴിച്ച് മെനക്കെട്ട് ഗവേഷണം നടത്തി പ്രതികരിക്കുന്ന സൈബർ അണികൾ ഒരുപാട് പേരുണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈബർ അണികളായിട്ട് പുറത്തു വന്നുകൊണ്ട് നേതാക്കന്മാരുടെ കൂടെ നിന്ന് പടമെടുക്കാനും നേതാക്കന്മാരുടെ ആളാവാനും ഒക്കെ നിൽക്കുന്ന ആൾക്കാരും എല്ലാ പാർട്ടിയിലുമുണ്ട്. അത് അങ്ങനെയുള്ള ആളുകൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്. അങ്ങനെ ഒരു പാർട്ടി മാത്രമായി എല്ലാവരും നല്ലവരും മറ്റേ പാർട്ടി എല്ലാവരും മോശക്കാർ, അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ കിരണേ, എന്നെ സംസാരിപ്പിക്കരുതെന്ന് ഏതെങ്കിലും ഇതെടുത്തോണ്ട് അങ്ങനെ ദീപുന് സംസാരിക്കാനൊക്കെ ആവശ്യം പോലെ അവസരമുണ്ട്, അവസരം തരികയും ചെയ്തിട്ടുണ്ട്. സംസാരിക്കാനൊന്ന് അനുവദിക്കുന്നേ. തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിലാണ് പറയുന്നത്. അത് വീണ്ടും നിങ്ങൾ ആവർത്തിക്കേണ്ടല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞു, അങ്ങനെ CPM-ലുണ്ടായിട്ട് ഏതാണത് എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞുതരാമോ? എങ്ങനെയാണ് ഈ പിന്നെ സോളാർ കേസുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും ഒക്കെ സംസാരിച്ചല്ലോ. ശ്രീ ദീപു, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നതിന് സമാനമായ ആരോപണങ്ങൾ CPM-ലെയും നേതാക്കൾക്കെതിരെ വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ശ്രീ ദീപുവിനും അറിയാം, എനിക്കും അറിയാം. അതെല്ലാം ആവർത്തി 5-6 വട്ടം ആ കാര്യത്തിൽ നിലപാട് പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഗർഭചിത്രം നടത്തണമെന്നും ഗർഭചിത്രം നടത്തേണ്ടി വന്നില്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഇനി ആരൊക്കെ ഗർഭചിത്രം നടത്തിയോ നടത്തിയില്ലോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ആരോപണം വന്നിട്ടുണ്ട്, ഗുരുതരമായ ആരോപണം വന്നിട്ടുണ്ട്. പരാതിക്കാരി തന്നെ നേരിട്ട് വന്ന് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ CPM എടുത്ത നിലപാട് എന്തായിരുന്നു, ഇപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാട് രണ്ടുപേർക്കും അങ്ങനെ ധാർമ്മികമായി മറ്റേ ശരിയാണ് തെറ്റാണെന്ന് പറയാനുള്ള അവകാശമില്ല. നിങ്ങൾ ഇങ്ങനെ കിടന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നതിന് കേൾക്കാൻ അല്ല, താങ്കൾ ചോദിച്ചല്ലേ ആർക്കെതിരെ ഉണ്ട് എന്നുള്ളത് താങ്കളല്ലേ ചോദിച്ചത്? അതാ ചോദിച്ചതിന് അതാണ് കൃത്യമായി പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നിങ്ങൾ പറയുന്നെങ്കിൽ ഈ സ്ത്രീകളെ കൊല്ലാൻ മടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഗർഭചിത്രം നടത്തിയില്ലെങ്കിൽ ഞാൻ കൊന്നുകളയാൻ എനിക്ക് ഒരു നിമിഷം പോലും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം പറയും. ഒരാൾ പറഞ്ഞ വാചകം ഒന്നും അല്ലല്ലോ ദീപു പ്രശ്നം. വാചകമായ ഒരാൾ പറഞ്ഞ വാചകമല്ല വിഷയം. അതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള ആരോപണം CPM-ന്റെ നേതാക്കൾക്കെതിരെ വന്നിട്ടുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. CPM-ന് ഉള്ളിൽ നിന്ന് തന്നെ CPM-ന്റെ നേതാക്കൾക്കെതിരെ ഇതിലും ഗൗരവമായ പരാതികൾ വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിലെടുത്ത നിലപാടുകളും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു 5 എണ്ണം പറഞ്ഞു. ദീപുവിന് CPM-ന്റെ 5-6 പേരുടെ പേര് പറയിക്കേണ്ട ഈ പൊതുമണ്ഡലത്തിൽ നിന്ന് പേരുകളെല്ലാം എന്നെ കൊണ്ട് പറയിക്കണമെന്നുള്ളത് മാത്രമാണ് ആവശ്യം. ആരെയും ഉമ്മവച്ച് കൊല്ലണമെന്നും ആരെയും കുത്തിക്കൊല്ലണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പറയുമ്പോൾ ന്യായമായിരിക്കണം, അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. എന്തായാലും ദീപു നടക്കട്ടെ. എന്തായാലും ഇപ്പോഴത്തെ MLA-മാർ മുതൽ ഉള്ള ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെ അടക്കം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അത്തരം ആരോപണങ്ങളുടെ ഘട്ടത്തിലൊക്കെ എല്ലാ പാർട്ടിക്കും ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. ശരി, ഓക്കെ ദീപു. ശ്രീ മനുവാണ് കാസർഗോഡ് നിന്നും. ശ്രീ മനു, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഇത് ആദ്യം പറയാനുള്ള കിരൺ സാറെ കേൾക്കാമല്ലോ? കേൾക്കാം. ഇത് ഈ ദീപുവിന് സമയം കൊടുക്കാത്തതിൽ ഞാൻ പ്രതിഷേധിക്കുന്നു. ദീപുവിന് സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ല, ദീപുവിന് പറയാനുള്ള കാര്യമൊന്നും താങ്കൾ സമ്മതിക്കുന്നില്ലല്ലോ. താങ്കൾക്ക് എന്തോ ഒരു രാഷ്ട്രീയമുള്ള കണക്ക് താങ്കൾ കാണിക്കുന്നത് കണ്ടു, അതുകൊണ്ട് ഞാൻ പറയുന്നു. ശരി, ഓക്കെ. അത് താങ്കളുടെ അഭിപ്രായം, പറഞ്ഞോളൂ. അല്ല പറയാൻ വിട്ടുവരോ അഭിപ്രായത്തിലേക്ക്? താങ്കൾ പറഞ്ഞോളൂ. ഇത് ഈ കോൺഗ്രസ് അണികൾ, സൈബർ അണികൾ എന്ന് പറഞ്ഞ കേരളത്തിൽ മലിനമാക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു MLA എന്താണ് പറഞ്ഞത്? ഞാൻ ആ വാചകം എനിക്ക് ഇവിടെ പറയാൻ പറ്റുന്നില്ല. അത്രയും നാണം കെട്ട ഒരു വാചകമല്ലേ സൈബർ ഗുണ്ടകൾ പറഞ്ഞത്. അവര് അപകടത്തിൽ അന്ന് ഇതായിട്ടാകുമ്പോ എന്താണ് പറഞ്ഞത് വാചകം? അത്രയും മോശപ്പെട്ട ഒരു വാചകമല്ലേ പറഞ്ഞത്? നാണവുമില്ലാത്ത ഒരു കോൺഗ്രസ് പാർട്ടി ശക്തമായി പ്രതിഷേധിക്കാണ്. എന്താണ് അവര് സൈബർ അണികൾ ചെയ്യുന്നത്? വായിക്ക് തോന്നിയത് കോതക്ക്. ശ്രീ മനു, ബാക്കിയുള്ള പാർട്ടിയുടെ സൈബർ അണികളൊക്കെ എല്ലാവരും അങ്ങ് മഹാന്മാരാണോ? അതെ, തീർച്ചയായും. CPM എന്താണ് ചെയ്തത് പറയൂ. CPM-ന്റെയും BJP-യുടെയും അടക്കം സൈബർ അണികൾ എതിരാളികളെക്കെതിരെ ആക്രമിക്കുന്ന, എതിരാളികളെ ഉപയോഗിക്കുന്ന ഭാഷ, അവർക്കെതിരെ ഉന്നയിക്കുന്ന
തികച്ചും വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ, അവരെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, ഇതൊന്നും ഒരു പാർട്ടിയും അത്ര മെച്ചപ്പെട്ട അവസ്ഥയിലൊന്നുമല്ല. ഔദ്യോഗികമായി ഏതെങ്കിലും സ്ഥാനമുള്ളവരല്ല ഈ സൈബർ അണികളിൽ മഹാഭൂരിപക്ഷം പേരും. അവരെന്തും വിളിച്ചു പറയും. അതിനകത്ത് പ്രത്യേകിച്ച് CPM-കാരെല്ലാം നല്ല ആളുകളെന്നോ കോൺഗ്രസ്സുകാരെല്ലാം മികച്ച ആളുകളെന്നോ അങ്ങനെയൊന്നും അവരില്ല. എല്ലാത്തിലും മോശക്കാരുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നെ പറയാൻ അനുവദിക്കാറോ? പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഇത് നിങ്ങൾക്ക് തോന്നുന്നതല്ലേ? CPM എന്താണ് പറഞ്ഞത്? CPM സൈബർ ഒരാള് CPM-ന്റെ ഒരു ചിത്രവും വെച്ച് വന്നാൽ ആ CPM-ന്റെ നിലപാട് എങ്ങനെയാവുന്നത്? പറയൂ താങ്കൾ. CPM-ന്റെ നിലപാട് എങ്ങനെയാവുന്നത്? അങ്ങനെയുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നിലപാട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വല്ലതാണോ ഇത് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ പ്രത്യേകിച്ചൊന്നും അല്ല, CPM-ന്റെ ഔദ്യോഗികമൊന്നുമല്ല. ഈ സൈബർ അണികൾ എന്ന് പറയുന്നതിനകത്ത് എല്ലാത്തരം ആളുകളും ഉണ്ട്. ഇത് ഞാൻ പറയുന്നത് ബൽറാമിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം? ബൽറാമിന്റെ കാര്യത്തില് എന്താണ് തീരുമാനം? എന്ത് തീരുമാനം? ബൽറാം രാജിവെച്ചോ? ബൽറാം രാജിവെച്ചോ? താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സൈബർ വിങ്ങിന്റെ സ്ഥാനത്ത് നിന്ന് ബൽറാം മാറിയോ എന്നുള്ളതാണോ? അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ചോദിച്ചല്ലോ, പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസിന്റെ സൈബർ അണികൾ എന്ന് ഇതുവരെ കരുതപ്പെട്ടിരുന്ന ആളുകൾ പരസ്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ സംസാരിക്കുന്നു. കോൺഗ്രസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അപ്പോൾ അത് ചർച്ച ചെയ്യണം. ആ വിഷയമാണ് ചർച്ച ചെയ്തത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെല്ലാവരും മോശക്കാരാണെന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. ബാക്കിയുള്ള പാർട്ടിക്കാരെല്ലാവരും നല്ലവരാണെന്നുള്ള അഭിപ്രായമില്ല. അവിടെയും ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചു, അത്രയേ ഉള്ളൂ. താങ്കൾക്ക് അങ്ങനെ മറിച്ച അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം. കോൺഗ്രസ്സുകാരെന്താണ് കാണിക്കുന്നത് അത് പറയൂ താങ്കൾ. ഞാൻ എന്തിനാ പറഞ്ഞത്? ഞാൻ കോൺഗ്രസ്സുകാരുടെ ഉത്തരവാദിത്തം എടുത്തിരിക്കുന്നത്. താങ്കൾ മറ്റൊരു പാർട്ടിക്ക് വേണ്ടി പറഞ്ഞു CPM-കാർ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അവർ ചെയ്തിട്ടുണ്ട്. സൈബർ അണികൾ, എല്ലാ പാർട്ടിയിലെയും സൈബർ അണികൾ മോശപ്പെട്ട പലതും ചെയ്തിട്ടുണ്ട്. നല്ലവരായ സൈബർ അണികളുണ്ട്. ഒരുപാട് പാടുപെട്ട് സമയം മെനക്കെടുത്ത് ഇരുന്ന് പഠിച്ച് സ്വന്തം പാർട്ടിക്ക് വേണ്ടി വാദിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന 100 കണക്കിന് സൈബർ അണികളുണ്ട്. അവരാരും ഒന്നും ലാഭത്തിന് വേണ്ടിയല്ല. പക്ഷെ അതിനിടയിൽ എന്ത് വൃത്തികേടും കാണിക്കുന്ന സൈബർ അണികളും ഉണ്ട്. അതെല്ലാ പാർട്ടിയിലും ഉണ്ട്. അത് കോൺഗ്രസിലുമുണ്ട്. കോൺഗ്രസ് ഇല്ലെന്നാലും പറഞ്ഞോ? അത് CPM-ലും ഉണ്ട്, കോൺഗ്രസിലും ഉണ്ട്, BJP-ലും ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു കേൾക്കൂ താങ്കൾ. കോൺഗ്രസിൽ ഒരു MLA പറ്റി പറഞ്ഞ ശരി, ഓക്കെ വരൂ. താങ്കൾ എന്തായാലും ഒരു താങ്കളുടെ പക്ഷമൊക്കെ പറയാം, അതൊക്കെ ശരി. പക്ഷേ തെറ്റ് ആര് വന്നാലും തെറ്റാണെന്ന് പറയാനുള്ള ഒരു ആർജവും കൂടി വേണം. പ്രത്യേകിച്ച് താങ്കൾ ഒരു ഇടതുപക്ഷക്കാരനൊക്കെ ആയി നിൽക്കുമ്പോൾ അതിനുള്ളൊരു ആർജവും കൂടി കാണിക്കണം. ശ്രീ രാധാകൃഷ്ണനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കോൺഗ്രസിന് വേണ്ടി വാദിച്ചിരുന്ന സൈബർ അണികളിൽ ഒരു വിഭാഗം ഇപ്പോൾ VD സതീശനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ എന്നും അഭിപ്രായങ്ങൾ ഉള്ള പാർട്ടിയാണ് കൂടുതലായിട്ട്. കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയൊക്കെ ഇരുന്ന സമയത്ത് ഭയങ്കര ഗ്രൂപ്പും ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് അത്രയും ഗ്രൂപ്പൊന്നുമില്ല. പിന്നെ അഭിപ്രായങ്ങളുണ്ട്, അതിപ്പോ ഒറ്റ ഇരിഞ്ഞൊക്കെ അവിടെ നിന്നൊക്കെ വരണമെന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇലക്ഷൻ വരുന്ന സമയത്ത്, ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് വളരെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് നമുക്ക് മുന്നേ കണ്ടാലും അതൊക്കെ അറിയാം. പിന്നെ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നുള്ളത് തന്നെ. കാരണം ഇപ്പൊ നടന്ന ഭരണങ്ങൾ നമുക്കറിയാം. ഇവര് ഈ കോൺഗ്രസ് കൊണ്ടുവന്ന കാര്യങ്ങളെ ഇവിടെ അത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. നമുക്ക് താങ്കളുടെ ഒരു ആവശ്യമോ അല്ലെങ്കിൽ താങ്കളുടെ പ്രധാനം ചെയ്തൊരു പാർട്ടിയുടെ ആവശ്യമായിട്ടൊക്കെ പറയാം. ആരാണ് അധികാരത്തിൽ വരേണ്ടത് തീരുമാനിക്കേണ്ട ആത്യന്തികമായ ജനങ്ങളാണ്. അത് ജനങ്ങൾ തീരുമാനിക്കും. അതെ വിലക്കയറ്റവും മറ്റ് കാര്യങ്ങൾ, ജീവിതങ്ങൾ ജനങ്ങളുടെ കാണുമ്പോൾ വിലക്കയറ്റം. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഓണം വന്ന് 200 രൂപ താഴെ കൊടുക്കേണ്ട വെളിച്ചെണ്ണയാണ് 600 രൂപ കൊണ്ടുപോയിട്ടാണ് ഓണത്തിന് അങ്ങനെ വെളിച്ചെണ്ണയുടെ വില സപ്ലൈക്കോ പിടിച്ചെടുത്താൻ കഴിഞ്ഞു. ഓണത്തിന് അങ്ങനെ കാര്യമായ രീതിയിലേക്ക് പച്ചക്കറി വിലയിലും അല്ലെങ്കിൽ പലവ്യഞ്ജന വിലയിലും ഒന്നും സാധാരണ എല്ലാ വർഷവും ഉണ്ടാകുന്ന ഓണത്തിനുണ്ടാകുന്ന ഒരു വലിയ വിലക്കയറ്റം ഇത്തവണ ഉണ്ടായിരുന്നില്ലല്ലോ. ഇത്തവണ സാമാന്യം ന്യായമായ വിലക്കൊക്കെ സാധനങ്ങൾ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ലേ? ഇന്നിപ്പോ ഇലക്ട്രിക് വണ്ടി ഇറങ്ങി. രാത്രിയാണ് എല്ലാരും ചാർജിൽ കറണ്ട് കാശ് കൂട്ടി. ഞാൻ താങ്കൾ പറഞ്ഞ ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഓണം വിപണിയിൽ ഞങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. ഓണം വിപണിയിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന അത്ര വലിയ വിലക്കയറ്റം ഉണ്ടായില്ല. എല്ലാത്തിനും വില കുറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സാധാരണഗതിയിൽ ഓണം വിപണിയിൽ ഉണ്ടാകുന്ന ഒരു വിലക്കയറ്റം ഇത്തവണ പിടിച്ചു നിർത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമല്ലേ? ഓണത്തിന് 2 ദിവസം മുന്നെയാണ് സപ്ലൈകോയിലൊക്കെ സാധനങ്ങൾ വരാൻ തുടങ്ങിയത്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ രാധാകൃഷ്ണൻ, അങ്ങനെ എന്തായാലും സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലായിരുന്നു എന്ന പരാതി എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ സൈബർ അണികൾ എല്ലാ പാർട്ടിക്കും തലവേദനയാണ് എന്ന് പറഞ്ഞവരും, സൈബർ അണികൾ നല്ല സൈബർ അണികളും അതോടൊപ്പം തന്നെ ഈ സൈബർ അണികളുടെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളും, ചില നേതാക്കൾക്ക് വേണ്ടി മാത്രം, പാർട്ടിക്കപ്പുറം ചില നേതാക്കൾക്ക് വേണ്ടി മാത്രം, അവരോട് മാത്രം കൂറുള്ള സൈബർ അണികളും ഒക്കെയുണ്ട്. ചിലർ തീറ്റിപ്പൊറ്റുന്ന സൈബർ അണികളും ഒക്കെയുണ്ട്. അതെല്ലാം കൂടി ചേരുന്നതാണ് ഈ സൈബർ പോരാളികളെന്നോ സ്റ്റാവേറുകളെന്നോ ഒക്കെ പറയുന്ന വിഭാഗം. അതിനെ നിയന്ത്രിച്ച്
നിയന്ത്രിച്ചു കൊണ്ടുപോകുക ഏത് പാർട്ടിയെ സംബന്ധിച്ചും പ്രയാസമേറിയ ഒന്ന് തന്നെയാണ്. എന്തായാലും കോൺഗ്രസിന് ഇപ്പോൾ ഇത് തലവേദനയാകും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഭൂരിപക്ഷം പേരും അഭിപ്രായം പറഞ്ഞത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.